നമസ്കാരം. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ മറുപടിയില്ലാതെ കുഴങ്ങുകയാണ് ദേവസ്വം ബോർഡ്. ടെൻഡറില്ലാതെ കരാർ നേടിയ IIIC കമ്പനിയും അവരിൽ നിന്ന് ഉപകരാർ എടുത്ത കമ്പനിയും നൽകിയ ബില്ലുകളിൽ വലിയ പൊരുത്തക്കേടുകളുണ്ട്. സാംസ്കാരിക പരിപാടിക്ക് 2 ലക്ഷം രൂപയാണ് നിശ്ചയിച്ചിരുന്നത്. ചെലവാക്കിയതാകട്ടെ 8 ലക്ഷം രൂപ. VIP താമസത്തിന്റെ ഹോട്ടൽ ബില്ല് 37 ലക്ഷത്തിന് മുകളിലാണ്. എല്ലാം ദേവസ്വം ബോർഡ് വിശദീകരിക്കട്ടെ എന്ന് പറഞ്ഞൊഴിയുകയാണ് ദേവസ്വം മന്ത്രി. ഈ വിഷയത്തിൽ കെ എസ് അരുൺകുമാർ CPM, വി ആർ അനൂപ് കോൺഗ്രസ്, ശിശങ്കുട്ടിദാസ് BJP എന്നിവർ. ആദ്യം ശ്രീ കെ എസ് അരുൺകുമാർ, ദേവസ്വം മന്ത്രി VN വാസവൻ നിയമസഭയിൽ പറഞ്ഞത് അയ്യപ്പ സംഗമത്തിന് വേണ്ടി ദേവസ്വം ബോർഡിന്റെ ജനറൽ ഫണ്ടിൽ നിന്ന് എടുത്ത തുക തിരിച്ചടച്ചു എന്നാണ്. എന്നാൽ അങ്ങനെയല്ല എന്ന് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നിയമസഭയിൽ ദേവസ്വം മന്ത്രി പറഞ്ഞത് കള്ളമാണ് എന്ന് ഇപ്പോൾ ഹൈക്കോടതി മുമ്പാകെയുള്ള രേഖയിൽ വ്യക്തമാണ്. ഇത് ദേവസ്വം ബോർഡ് മാത്രം മറുപടി പറയേണ്ട വിഷയമാണോ? അല്ലല്ലോ. ഇവിടെ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമം നടത്താൻ ചെലവഴിച്ച തുക ഒരു രൂപത്തിലും ദേവസ്വം ബോർഡിൻ്റെ എടുക്കില്ല, ഗവൺമെൻറ്റിൻ്റെ എടുക്കില്ല, മറിച്ച് മുഴുവൻ സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തും എന്ന് തന്നെയാണ് ഈ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നതിന് 2 ആഴ്ച മുമ്പ് ഹൈക്കോടതിക്ക് മുമ്പാകെ വന്ന വ്യത്യസ്തമായിട്ടുള്ള റിട്ട് പെറ്റീഷൻ്റെ മുഖത്ത് സൂചിപ്പിച്ചത്. അതേപോലെ തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. 1 രൂപ പോലും ദേവസ്വം ബോർഡിൻ്റെയോ ഗവൺമെൻറ്റിൻ്റെയോ എടുത്തിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്തിട്ടില്ല. ഈ വരുന്ന 17-ാം തീയതിയാണ് ദേവസ്വം ബോർഡ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വരവ് ചെലവുകൾ ഓഡിറ്റ് ചെയ്യാനായി തീരുമാനിച്ചിരിക്കുന്നത്. അവിടെ 9/9/2025 ഹൈക്കോടതി ഈ കേസ് പരിഗണിച്ചപ്പോൾ, വ്യത്യസ്ത റിട്ട് പെറ്റീഷനുകൾ ഫയൽ പരിഗണിച്ചപ്പോൾ കൃത്യമായി ഓഡിറ്റിങ്ങിന് വിധേയമാക്കണം, ആ റിപ്പോർട്ട് ഈ ഹൈക്കോടതിയിൽ സമർപ്പിക്കണം എന്ന് സൂചിപ്പിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി ദേവസ്വം ഓഡിറ്റിംഗ് വിജയൻ ആൻഡ് അസോസിയേറ്റ്സ് 45 ദിവസമാണ് ആദ്യം അനുവദിച്ചത്. അതിനുശേഷം 2 തവണ ടൈം എക്സ്റ്റെൻഡ് ചെയ്തു. ഒരു ഓഡിറ്റ് റിപ്പോർട്ട് എന്ന രൂപത്തിൽ സൂചിപ്പിച്ചു. പക്ഷേ ആ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ എല്ലാ സ്ഥലത്തും പറഞ്ഞിരിക്കുന്നത് ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്താൻ കഴിഞ്ഞിട്ടില്ല, അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ബില്ലുകൾ പരിശോധിക്കാൻ കഴിഞ്ഞിട്ടില്ല, അതുപോലെ രേഖകൾ പരിശോധിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്തരത്തിൽ സാധിക്കാത്ത കുറച്ച് കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഒരു ഓഡിറ്റർക്ക് അത് സാധിച്ചിട്ടില്ലെങ്കിൽ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള റിപ്പോർട്ട് തട്ടിക്കൂട്ടിയെടുത്ത് ഹൈക്കോടതി മുമ്പാകെ ഹാജരാക്കാനായിരുന്നു. ഒരു ഓഡിറ്റർ ബില്ല് പരിശോധിക്കാതെയാണ് തയ്യാറാക്കുക എന്നാണോ അങ്ങ് പറയുന്നത്? നോക്കൂ, ആ ബില്ലുകളുടെ വിശദാംശങ്ങൾ സഹിതമല്ലേ ആ ഓഡിറ്റ് റിപ്പോർട്ട് അങ്ങയുടെ കയ്യിൽ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ കയ്യിലുണ്ട്. ഓഡിറ്റർ കൃത്യമായും വിവിധ ഹെഡുകളിൽ വന്ന ബില്ലുകൾ അനുസരിച്ച്, ബില്ലുകളുടെ എമൗണ്ട് അനുസരിച്ചാണല്ലോ ഓഡിറ്റ് ചെയ്യുക. അല്ലാതെ അന്തരീക്ഷത്തിൽ എഴുതി കൂട്ടാൻ പറ്റുമോ? അതാണ് ചോദിച്ചത്. ഞാൻ വായിക്കാം. സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് കൊടുത്ത ആ റിപ്പോർട്ടിന്റെ പേജ് 2 6ാമത്തെ പാരഗ്രാഫ് നോക്കുക. ഹെൻസ് the auditor could not verify the actual expenses incurred by the subcontractors in relation to the execution of the work. The auditor is unable to verify the agreement between IIIC and subcontractors since the same were not made available for audit. അപ്പോൾ ആദ്യം തന്നെ ഓഡിറ്റർ കുഡ് നോട്ട് വെരിഫൈ ആക്ച്വൽ എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ ദി സബ് കോൺട്രാക്ടേഴ്സ് ഇൻ റിലേഷൻ ടു ദി എക്സിക്യൂഷൻ ഓഫ് വർക്ക്. അപ്പോൾ താങ്കൾ എന്താ പറഞ്ഞത്? അതായത് ഈ വർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം ചില പ്രപ്പോസൽസ് കൊടുക്കും, എസ്റ്റിമേറ്റ് കൊടുക്കും. ഇവിടെ ചില വാർത്തകൾ വരുന്നുണ്ടല്ലോ, മുഖ്യമന്ത്രിക്ക് കട്ടിലിന് ഇത്ര, മുഖ്യമന്ത്രിക്ക് കിടക്കയ്ക്ക് ഇത്ര, അതുപോലെ ഇന്ന പരിപാടിക്ക് ഇത്ര എന്നൊക്കെ പറഞ്ഞ് ചില വാർത്തകൾ വരുന്നുണ്ട്. പണ്ട് നമ്മൾ ഇത് ചൂരൽമല മുണ്ടക്കൈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് ഗവൺമെന്റ് കൊടുത്ത എസ്റ്റിമേറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില മാധ്യമങ്ങൾ, മാതൃഭൂമി ഉൾപ്പെടെ ചില വാർത്തകൾ പുറത്തുവിട്ടിരുന്നു. ഒരു ശവസംസ്കാരത്തിന് വേണ്ടി ഇത്ര രൂപ, 90 ദിവസം ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിച്ചാൽ അതുകൊണ്ട് ആധികാരികമായി പറയുന്നു. ഒറ്റ മിനിറ്റ് ഞാൻ പറയട്ടെ തുടക്കമല്ലേ, നിങ്ങൾ എനിക്ക് എന്റെ ഭാഗത്ത് പറയണല്ലോ. ഒറ്റ ചോദ്യമല്ല, എനിക്ക് ഉത്തരം നിരവധിയുണ്ട്. ഒരു ഓഡിറ്റർ എസ്റ്റിമേറ്റ് ആണ് ഓഡിറ്റ് ചെയ്യുക. അല്ല, ഒറ്റ മിനിറ്റ്. ചോദ്യം ഒറ്റ മിനിറ്റ്. താങ്കൾക്ക് അല്ല, ഞാൻ ചോദിക്കട്ടെ, താങ്കൾക്ക് ഒറ്റ ചോദ്യം ഉള്ളായിരിക്കാം, പക്ഷെ എനിക്ക് ഉത്തരം നിരവധിയുണ്ട്. കാരണം ഞാൻ റെപ്രസെന്റ് ചെയ്ത് വന്നത് എന്റെ പാർട്ടിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഒറ്റ ചോദ്യത്തിന് മറുപടി പറയാൻ മാത്രമല്ല വന്നിരിക്കുന്നത്. നിങ്ങൾ മാതൃഭൂമി ഒരു വാർത്ത കൊടുത്തിരുന്നല്ലോ, നന്ദഗോവിന്ദം ഭജനം. ആ ഭജന നടത്തി, ആ ഭജനം നടത്താതെ പൈസ വാങ്ങിച്ചു എന്നതുൾപ്പെടെ മാതൃഭൂമി ചാനൽ ഉൾപ്പെടെ നിരവധി വാർത്ത കൊടുത്തല്ലോ. നടത്തിയിട്ടില്ല. ആരാ നടത്തിയെന്ന് പറഞ്ഞത്? എസ്റ്റിമേറ്റിന്റെ ഭാഗമായി ആ പരിപാടി ആരാ പറഞ്ഞത്? വിജയൻ ആൻഡ് അസോസിയേറ്റ്സ് ആണ് പറഞ്ഞത്. ഞാൻ വായിക്കാം. റിപ്പോർട്ടൊക്കെ കണ്ടു. എന്താ പാർട്ട് ജെ കൾച്ചറൽ ഇവന്റ്സ്
നന്ദഗോവിന്ദം വിജയൻ അസോസിയേറ്റ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിലാഷ് വായിക്കൊന്നും വേണ്ട, എനിക്കറിയാം. താങ്കൾ ഒരു മിനിറ്റ് ക്ഷമിക്കൂ മിസ്റ്റർ. ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ വിജയൻ ആൻഡ് അസോസിയേറ്റ്സിന്റെ ഒരു അസോസിയേറ്റ് മെമ്പറെ ഈ ചാനൽ ചർച്ചയിൽ എടുത്തിട്ട് ചോദ്യം ചോദിക്കുക. ഞാൻ റെപ്രസെന്റ് ചെയ്യുന്ന എന്റെ പാർട്ടിയാണ്. ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കും. ഞാൻ പറയാം, ദേവസ്വം ബോർഡ് ശബരിമല കമ്മീഷണർ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ കൊടുത്തത്. ഞാൻ ആ ഓഡിറ്റ് റിപ്പോർട്ടാണ്. താങ്കൾ ചോദിച്ചില്ലേ നന്ദഗോവിന്ദം ഭജൻസിന്റെ നടക്കാത്ത ഗാനമേളയുടെ നടക്കാത്ത ഭജനയുടെ പൈസ നിങ്ങൾ എവിടുന്ന് കൊടുത്തു നോക്കൂ സാർ. ഓഡിറ്റ് റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്നു. പാർട്ട് ജെ സെക്കൻഡ് ഐറ്റം നന്ദഗോവിന്ദൻ ഭജൻസ് നേരത്തെ തീരുമാനിച്ച റേറ്റ് 2 ലക്ഷം രൂപ. ആക്ച്വൽസ് എത്രയാ? ആക്ച്വൽ എമൗണ്ട് എത്രയാ? 8 ലക്ഷം രൂപ. 8 ലക്ഷം രൂപ ഈ പറഞ്ഞ നന്ദഗോവിന്ദം ഭജൻസിന് കൊടുത്തു എന്ന് ആക്ച്വൽസിൽ മീൻസ് 8 ലക്ഷം കൊടുത്തു എന്ന് ആരാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഓഡിറ്ററാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ അന്ന് അങ്ങനെ ഒരു ഭജന നടന്നിട്ടില്ല, നന്ദഗോവിന്ദം ഭജൻസ് അങ്ങോട്ട് പോയിട്ടില്ല എന്നുള്ളത് നമുക്ക് അറിയുകയും ചെയ്യാം. ഇതിൽ ആരെയാണ് സാർ കുറ്റം പറയുന്നത്? മാതൃഭൂമിയാണോ? അതാണ് ചോദിച്ചത്. ഈ ഓഡിറ്റർ എന്ന് പറഞ്ഞ വ്യക്തി, ആ മഹാൻ, ഒരു തരത്തിലും ഒരു ഫയലും പരിശോധിക്കാതെ, ഒരു ബില്ലും പരിശോധിക്കാതെ, ദേവസ്വം ബോർഡുമായിട്ട് എക്സ്പ്ലനേഷൻ ചോദിക്കാതെ, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന് മുന്നിൽ തന്റെ ഓഡിറ്റ് റിപ്പോർട്ട് ഹാജരാക്കി വെദർ ഇറ്റ് ഈസ് കറക്റ്റ് ഓർ നോട്ട് എന്ന് വെരിഫൈ ചെയ്യാതെ ഹൈക്കോടതിയിൽ കൊണ്ടുപോയി സമർപ്പിച്ചു. ഇതേ വാദം തന്നെയാണ് ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ പറഞ്ഞത്. ഞങ്ങളുടെ കയ്യിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്ന വരവ് ചെലവ് കൃത്യമായിട്ടുണ്ട്, ഓരോ ബില്ലുമുണ്ട്. ഞങ്ങൾ അത് 17/2/2026 വെരിഫൈ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അതുകൊണ്ട് we are not aware about this auditor report which was filed before the Honorable High Court എന്ന് തന്നെയാണ് പറഞ്ഞത്. ആ ഡിവിഷൻ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവിന്റെ 8ാമത്തെ പാരഗ്രാഫ് താങ്കൾ ഒന്ന് വായിച്ചു നോക്കിയേ. ആ ലാസ്റ്റ് പാരഗ്രാഫ്, ആ പാരഗ്രാഫിൽ പറഞ്ഞിട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പ്ലനേഷൻ ഹൈക്കോടതി കൃത്യമായി ദേവസ്വം ബോർഡ് പറയട്ടെ. 2, ഓഡിറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെന്റിന് ഒരു പ്രൊസീജിയർ ഉണ്ട്. ഹാവിംഗ് പെരൂസ്ഡ് ദ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് പ്ലേസ്ഡ് ബിഫോർ us pursuant to the directions issued by this court and noting the nature of the qualifications observance record therein, we are of the view that explanations and clarifications are required not only by the Devasam Board but also the Kerala State Audit Department so that appropriate directions may be considered and issued by this court in the matter of financial accountability. ഇതൊക്കെ ഗവൺമെന്റിന് ഒരു രീതിയുണ്ട്. എന്റെ കയ്യിൽ കിട്ടിയ കണക്കിത്ര, എനിക്ക് പോയി പരിശോധിക്കാൻ സമയം കിട്ടിയില്ല, എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല, ഫയൽ നോക്കാൻ പറ്റിയില്ല. പക്ഷെ കോടതി 45 ദിവസം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ തട്ടിക്കൂട്ട് റിപ്പോർട്ട് തരിക എന്ന് പറഞ്ഞാൽ ആ റിപ്പോർട്ട് ഹാജരാക്കിയവരോട് നിങ്ങൾ ചോദ്യം ചോദിക്കുക. ദേവസ്വം ബോർഡോ ഗവൺമെന്റോ നോട്ട് ലൈബിൾ ടു ആൻസർ ദിസ് ക്വസ്റ്റ്യൻ. എനിക്കറിയില്ല. എന്തായാലും ഈ വാർത്തകളൊക്കെ വരുന്ന വിഷയം ഞാൻ അടുത്ത ആളിലേക്ക് പോവാണ് ചോദ്യം ചോദിക്കാനായി. ഒരു വിശദീകരണമാണ്. ഈ വാർത്തകളൊക്കെ വരുന്നത് ശബരിമല സ്പെഷ്യൽ വാർത്തകൾ മുഴുവൻ വ്യാജമാണ്, മുഴുവൻ വ്യാജ വാർത്ത. നിങ്ങൾ തന്നെ തിരുത്തി പറയേണ്ടി വരും. ഓഡിറ്റ് വ്യാജം, വാർത്ത വ്യാജം, നിങ്ങൾ തിരുത്തി പറയേണ്ടി വരും. വ്യാജത്തിന്റെ ഡെഫിനിഷൻ എന്താ പറയൂ? കേരള ഹൈക്കോടതി മുമ്പിൽ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ കൊടുത്തത് വ്യാജ കാര്യമാണോ? ഉള്ളടക്കം വ്യാജമാണ്. ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ കേരള ഹൈക്കോടതിയിൽ കൊടുത്തത് വ്യാജ റിപ്പോർട്ടാണോ? കേരള ഹൈക്കോടതിക്ക് മുമ്പാകെ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ കൊടുത്തത് വ്യാജ റിപ്പോർട്ടാണോ? അല്ലയോ? യെസ് ഓർ നോ? ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ കേരള ഹൈക്കോടതിന് മുമ്പിൽ കൊടുത്തത് വ്യാജ റിപ്പോർട്ടാണോ? കൃത്യമായി പറയുന്നു. ഒരു കണക്കും പരിശോധിക്കാതെ, ഒരു ബില്ലും പരിശോധിക്കാതെ, വിജയൻ ആൻഡ് അസോസിയേറ്റ്സ് ഓഡിറ്റ് ചെയ്ത ഓഡിറ്റ് റിപ്പോർട്ടാണ് വാർത്തയായി കൊടുത്തത്. വ്യാജമല്ല, കൃത്യമായ ബോധ്യങ്ങളുള്ള രേഖയുള്ള കാര്യമേ കൊടുത്തിട്ടുള്ളൂ. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി ദേവസ്വം ബോർഡ് മറ്റു കണക്കുകൾ ഹാജരാക്കി അത്തരം അനോമലീസ് പരിഹരിക്കുക. പക്ഷെ വാർത്ത എന്ന് പറയുന്നത് കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതി മുമ്പാകെ കൊടുത്ത രേഖയുടെയും ഓഡിറ്റ് രേഖയുടെയും അടിസ്ഥാനത്തിലുള്ള വാർത്തയാണ്. അത് ക്ലാരിഫൈ ചെയ്യണമല്ലോ ഞാൻ, അതുകൊണ്ട് പറഞ്ഞതാണ്. ശ്രീ ശങ്കുട്ടി ദാസ്, ഓഡിറ്റർക്ക് തെറ്റുപറ്റിയതാണ്. ഓഡിറ്റർ അവിടെ വരെ പോകാനുള്ള സമയം കണ്ടെത്തിയില്ല. ഉള്ളടക്കം വ്യാജമാണെന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. ശരി, ഓക്കെ, നമുക്ക് ചർച്ച ചെയ്യാം. ഇത് ഓഡിറ്ററുടെ കുഴപ്പമാണ്. ഓഡിറ്റർക്ക് സമയം കിട്ടിയില്ല, അല്ലെങ്കിൽ 45 ദിവസത്തിനകം ഇങ്ങനെ റിപ്പോർട്ട് കൊടുക്കേണ്ടത് കൊണ്ട് തട്ടിക്കൂട്ടിയതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ എന്നാണ് പറയുന്നത്. അംഗീകരിക്കുന്നോ? 100% അസംബന്ധമാണ് അദ്ദേഹത്തിന്റെ വാദം. അത് അദ്ദേഹത്തിനും അറിയാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു ചർച്ചയിൽ വന്ന് അദ്ദേഹത്തിന്റെ പാർട്ടിയെ പ്രതിനിധീകരിച്ച് ഡിഫെൻഡ് ചെയ്യേണ്ട ബാധ്യതയുള്ളത് കൊണ്ട് ഇത്തരത്തിലുള്ള പരിഹാസ്യമായിട്ടുള്ള വാദങ്ങൾ ഉന്നയിക്കേണ്ട ഗതികേടിൽ അദ്ദേഹം എത്തി നിൽക്കുകയാണ്. നോക്കൂ, ഇപ്പൊ അദ്ദേഹം പറഞ്ഞത് വെച്ചിട്ടാണെങ്കിൽ ഈ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചതിൽ ഏറ്റവും അവസാനത്തെ ഐറ്റത്തിലും സർക്കാരിന് പിഴവ് പറ്റി. ഇതിന്റെ ആശയത്തിൽ പിഴവ് പറ്റി, ഇതിന്റെ സംഘാടനത്തിൽ പിഴവ് പറ്റി, അതിന്റെ ഓഡിറ്റിംഗിൽ പിഴവ് പറ്റി. അത് ഓഡിറ്റ് നടത്താൻ ഏൽപ്പിച്ചിട്ടുള്ള സംഘടനയുടെ കാര്യത്തിലും ഓഡിറ്റ് നടത്താൻ ഏൽപ്പിച്ചിട്ടുള്ള ഏജൻസിയുടെ കാര്യത്തിലും സർക്കാർക്ക് പിഴവ് പറ്റി. ഒരു പരിശോധനയും നടത്താതെ, ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്താതെ, ബില്ലുകൾ പോലും പരിശോധിക്കാതെ വ്യാജ റിപ്പോർട്ടുകൾ കോടതിയിൽ കൊടുക്കുന്ന ഒരു സംവിധാനത്തിനാണ്
ലക്ഷങ്ങൾ കൊടുത്തിട്ട് ഇവർ ഓഡിറ്റിനെ ഏൽപ്പിച്ചത്. നമ്മളാരുമല്ലല്ലോ ഇവർ ഓഡിറ്റിനെ ഏൽപ്പിച്ചത്. ഈ വിജയൻ ആൻഡ് അസോസിയേറ്റ്സിന് ഓഡിറ്റിനെ ഏൽപ്പിച്ചത് ദേവസ്വം ബോർഡല്ലേ. ദേവസ്വം ബോർഡിന് വിശ്വാസമുള്ള മുൻപ് ഓഡിറ്റ് നടത്തിയിട്ടുള്ള ഒരു സംവിധാനം ആയതുകൊണ്ടല്ലേ ആ ഏജൻസിയുടെ വിശ്വാസ്യതയെ പോലും ചർച്ചയിൽ ഇരുന്നുകൊണ്ട് ചോദ്യം ചെയ്യേണ്ടി വരിക എന്നാണ് എന്തൊരവസ്ഥയാണ്. നോക്കൂ, ഇത് അടിമുടി അഴിമതിയാണ്. ഈ പരിപാടിയുടെ ആശയം, ഇതിന്റെ സംഘാടനം, ഇതിന്റെ ബാക്കി പത്രം നിങ്ങൾ ത്രൂ ഔട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് നമ്മൾ ഭാഷയിൽ പറയുമല്ലോ, അതിന്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ ആയിട്ടാണ് ഇത് മനസ്സിലാക്കാവുന്നത്. അതായത് യാതൊരു ആത്മാർത്ഥയും ഇല്ലാതെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതൽ അബദ്ധങ്ങളായിട്ടാണ് പരിണമിക്കുക എന്നത് ഒരു ഗുണപാഠ കഥയായിട്ട് ബാക്കി അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ ഈ സർക്കാരിന്റെ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ സംഘാടനം ഉപകരിക്കും. കാരണം എന്താണ്, യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ നടത്തിയിട്ടുള്ള കിരാത കൃത്യങ്ങൾ, അവിടുത്തെ വിശ്വാസികളെ വേദനിപ്പിച്ചത്, അവിടെ ബോധപൂർവം ഒരു പുരോഗമന അജണ്ട ക്ഷേത്രത്തിൽ നടപ്പാക്കാൻ ശ്രമിച്ചത്, അതിന്റെ പേരിൽ നടത്തിയിട്ടുള്ള പോലീസ് അട്രോസിറ്റീസ്, ഇതെല്ലാം കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിന് വലിയ മനോവിഷമവും വലിയ ദേഷ്യവും ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഘട്ടത്തിൽ അതിനെ കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ശബരിമലയുടെ ആഗോള പ്രസിദ്ധി ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങളൊരു അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നതെന്നാണ് പറഞ്ഞത്. ശബരിമലയിൽ നടക്കുന്ന അയ്യപ്പ സംഗമം എല്ലാ വർഷവും മണ്ഡലകാലത്ത് നടക്കുന്നതാണ്. ആ മണ്ഡലകാലത്ത് നടക്കുന്ന അയ്യപ്പ സംഗമത്തിലെ തീർത്ഥാടകർക്ക് ഒരു സൗകര്യം ചെയ്തു കൊടുക്കാതെ വിരിവെക്കാനുള്ള സ്ഥലമോ ശൗചാലയമോ കുടിവെള്ളമോ ഒന്നും ഉറപ്പുവരുത്താണ്ട് വേറെ ഏതൊക്കെയോ രാജ്യത്തു നിന്നുള്ള വിദേശ ഫണ്ടർമാരെയും സ്പോൺസർമാരെയും ഒക്കെ കൊണ്ടുവന്ന് എല്ലാവർക്കും പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ മുറിയൊക്കെ എടുത്തു കൊടുത്ത്, അതും പമ്പയിലൊന്നുമല്ല, മൂന്നാറില്, അതേപോലെ തന്നെ മറ്റേ നമ്മുടെ ആലപ്പുഴയില്, അങ്ങനെയുള്ള പഞ്ചനക്ഷത്ര സൗകര്യങ്ങളിലൊക്കെ കൊണ്ട് റൂമൊക്കെ എടുത്തു കൊടുത്ത് 4000 ആളുകൾ പങ്കെടുക്കുന്ന ഒരു ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാൻ പോവാണ്. അതിന്റെ ഭാഗമായിട്ട് പ്രിവിലേജ് കാർഡുകൾ കൊടുക്കാൻ പോവാണ് ശബരിമലയെ വികസിപ്പിക്കാൻ വേണ്ടി. ഡയമണ്ട് കാർഡ്, ഗോൾഡൻ കാർഡ്, സിൽവർ കാർഡ് എന്നുള്ള ഇനത്തിൽ കാർഡുകൾ കൊടുക്കാൻ പോവാന്നൊക്കെ പറഞ്ഞൊരു പദ്ധതി ഉണ്ടാക്കി. പദ്ധതി ഇത് 2 ലക്ഷ്യങ്ങളായിട്ട് പറഞ്ഞത് ശബരിമലയുടെ ആഗോള പ്രസിദ്ധി ഉയർത്തുക, ശബരിമലയെ ഒരു ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കി ഉയർത്തുക, 2 ശബരിമല മാസ്റ്റർ പ്ലാൻ നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സമാഹരണം നടത്തുക എന്നുള്ളതാണ്. ഹൈക്കോടതിയിൽ കേസ് വന്ന സമയത്ത് ഈ ആഗോള പ്രസിദ്ധി മറ്റു കാര്യങ്ങളൊക്കെ വിട്ടുകളഞ്ഞു. ഇത് ശബരിമല മാസ്റ്റർ പ്ലാൻ നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഫണ്ട് സമാഹരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാന്ന് പറഞ്ഞു. ഹൈക്കോടതിയുടെ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ വെച്ചു. എങ്ങനെ ഈ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കണം, അതിന്റെ ചെലവ് ഒരു കാരണവശാലും ദേവസ്വം ബോർഡ് എടുക്കാൻ പാടില്ല, സർക്കാരിന്റെ ഭാഗത്തിലേക്ക് പബ്ലിക് എക്സ്ചക്കറിന് ഫണ്ടിങ് ഉണ്ടാവാൻ പാടില്ല, ഇത് പൂർണ്ണമായിട്ട് സ്പോൺസർഷിപ്പിലൂടെ മാത്രമേ നടത്താൻ പാടുകയുള്ളൂ. അതുമായി ബന്ധപ്പെട്ട കണക്കുകൾ 45 ദിവസത്തിനുള്ളിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ അറിയിച്ചിരിക്കണം. ഈ തരത്തിലുള്ള പ്രിവിലേജ് കാർഡുകൾ ഒന്നും കൊടുക്കാൻ പാടില്ല. ഇങ്ങനെ ഹൈക്കോടതി കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ വെച്ചു. മാനദണ്ഡങ്ങൾ വെച്ചതിന് ശേഷം നടത്തിയിട്ടുള്ള ഈ നടത്തിപ്പ് സമ്പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടു. കാരണം ഇവർ ഉദ്ദേശിച്ചിട്ടുള്ള പോലെ ആളുകളെ കൊണ്ടുവന്ന് പൈസ പിരിക്കുന്ന പദ്ധതി നടപ്പാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഇത് പിന്നീട് കുത്തഴിഞ്ഞ രീതിയിലാണ് ഇത് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ശബരിമലയുടെ ആഗോള പ്രസിദ്ധി ഉണ്ടായിട്ടില്ല, ശബരിമല മാസ്റ്റർ പ്ലാൻ ഉണ്ടായിട്ടില്ല. നോക്കൂ, സെപ്റ്റംബർ 20-ാം തീയതിയാണ് ഈ ആഗോള അയ്യപ്പ സംഗമം നടന്നത്. നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഫെബ്രുവരി 15-ാം തീയതിയാണ്. ഇപ്പോഴും ശബരിമല മാസ്റ്റർ പ്ലാനിന് വേണ്ടിയിട്ടുള്ള 1033 കോടി രൂപയുടെ സമാഹരണത്തിലേക്ക് 1 രൂപ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. ശബരിമല മാസ്റ്റർ പ്ലാനിന്റെ പരിപാടി പോട്ടെ, ഈ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാൻ വേണ്ടി കണക്കാക്കിയിട്ടുള്ള ചെലവ് 5 കോടി രൂപയാണ്. ആ 5 കോടി രൂപയിലേക്ക് പോലും ആവശ്യമുള്ള തുക കൊണ്ടുവരാൻ സാധിച്ചില്ല. ദേവസ്വം ബോർഡിന്റെ ഫണ്ടിൽ തന്നെ ചോദ്യം ചെയ്യണം. ഒരു മിനിറ്റ് ഒറ്റ കാര്യം, ഞാൻ ഒരു കാര്യം കൂടി മുഴുവൻ പറയട്ടെ. ഈ ദേവസ്വം ബോർഡിന്റെ ഫണ്ടിൽ നിന്ന് ആദ്യം തന്നെ 4 കോടി രൂപ എടുത്തിട്ട് ഇത് സ്പോൺസർഷിപ്പ് വരുന്ന സമയത്ത് തിരിച്ചടയ്ക്കാന്നാ പറഞ്ഞിരുന്നത്. ആ പൈസ തിരിച്ചടയ്ക്കാൻ പോലും ഇപ്പോഴും സാധിച്ചിട്ടില്ല. അവിടെ 2 കോടി രൂപ ദേവസ്വം ബോർഡിന്റെ ഫണ്ടിലേക്ക് തിരിച്ചടയ്ക്കാനുള്ളത്. നടത്തിപ്പിലാണെങ്കിലോ സമ്പൂർണ്ണമായിട്ടുള്ള കെടുകാര്യസ്ഥത, ഇല്ലാത്ത കണക്കുള്ളതാണെങ്കിൽ ശരിയല്ല, ധൂർത്ത്, ദുഷ്ചെലവ്. എന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഗൗരവമായിട്ടുള്ള പ്രശ്നം, ഇതുമായി ബന്ധപ്പെട്ട് 45 ദിവസത്തെ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ള ടൈം ലൈൻ 2 വട്ടം എക്സ്റ്റെൻഡ് ചെയ്തു. 45 ദിവസം എന്നുള്ളത് പിന്നീട് 1 മാസം എക്സ്റ്റെൻഡ് ചെയ്തു, വീണ്ടും 1 മാസം എക്സ്റ്റെൻഡ് ചെയ്തു. ഇപ്പൊ 6 മാസമായിട്ടാണ് ഇവർ ഈ കണക്ക് ബോധിപ്പിക്കുന്നത്. ഇപ്പോഴും ഈ കണക്ക് ഫൈനലല്ല, ഇത് ഓഡിറ്റർ ശരിക്കും പരിശോധിക്കാതെ കൊടുത്തിട്ടുള്ളതാണ്. അപ്പൊ എപ്പോഴാണ് ഇവർ ഈ കണക്ക് ശരിയാക്കാൻ പോകുന്നത്? 2, ഇതുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ ദേവസ്വം മന്ത്രി പറഞ്ഞത് നുണയാണ്. ദേവസ്വം മന്ത്രി പറഞ്ഞു ദേവസ്വത്തിന്റെ ഒരു ഫണ്ടും ചെലവാക്കിയിട്ടില്ല, എല്ലാ പൈസയും ഞങ്ങൾക്ക് സ്പോൺസർമാരിലൂടെ സമാഹരിക്കാൻ പറ്റി, അതുകൊണ്ട് ദേവസ്വത്തിന്റെ അക്കൗണ്ട് ഒക്കെ ക്ലോസ് ചെയ്തു, ഒരു പൈസ ഇപ്പൊ ഔട്ട്സ്റ്റാൻഡിംഗ് ഇല്ലാന്നാ ദേവസ്വം മന്ത്രി നിയമസഭയിൽ പറഞ്ഞത് നുണയാണ്. അപ്പോ വളരെ ഗൗരവമുള്ള ഒരു അഴിമതിയാണ് ഇത് തുറന്നിട്ടുള്ളത്. ഈ കാര്യത്തിൽ വളരെ ഗൗരവമുള്ള അന്വേഷണവും നടപടി ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. ശരി, ശ്രീ അനൂപ്, ഇവിടെ ഇപ്പോ കണക്കുകൾ പുറത്തേക്ക് വരുമ്പോൾ ആ കണക്കുകൾ തെറ്റാണ്, ഓഡിറ്റർക്ക് തെറ്റുപറ്റിയതാണ്, ഓഡിറ്റർ മര്യാദയ്ക്ക് നോക്കി കണക്കെഴുതാത്തത് കൊണ്ട് വന്ന പൊരുത്തക്കേടുകളാണ്, അല്ലാണ്ട് ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്നുള്ളതാണ് സർക്കാർ പക്ഷം. അഭിലാഷേ, ഇവിടെ അരുൺകുമാർ പറയുന്നത് ശബരിമലയിലെ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് തെറ്റുപറ്റിയിരിക്കുന്നത് അതിൻ്റെ ഓഡിറ്റിംഗ് നടത്തിയ വിജയൻ ആൻഡ് അസോസിയേറ്റ്സിനാണെന്നാണ്. ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, വിജയൻ ആൻഡ് അസോസിയേറ്റ്സ് ആണ് വ്യാജ കണക്കുകൾ ഉണ്ടാക്കുന്നത്. അത് പിണറായി വിജയൻ ആൻഡ് അസോസിയേറ്റ്സ് ആണെന്നേ ഇത് കാണുന്ന ആളുകളെല്ലാം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കില്ലേ.
ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ വ്യക്തമാണ്. ഇന്ന് പോലും അരുൺകുമാർ ഈ ഡിഫൻസ് പറയുന്നുണ്ട്. ഈ പറയുന്ന ഇന്ന് CPM ഈ വിഷയത്തിൽ പ്രതിരോധിച്ച മന്ത്രിയോ സംസ്ഥാന സെക്രട്ടറിയോ ഇത് പറയുന്നില്ല. അവർ പറയുന്ന വാദം എന്താ? അവർ പറയുന്നത് ഇത് നടത്തിയത് ദേവസ്വം ബോർഡാണ്, ഞങ്ങളുമായി ബന്ധമില്ല, ദേവസ്വം വകുപ്പുമായി ബന്ധമില്ല. ഈ ദേവസ്വം ബോർഡുമായി ആവർത്തിച്ച് ബന്ധമില്ല എന്ന് ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് പറയേണ്ടി വരുന്ന സാഹചര്യം എന്താ? ഇത് വളരെ കൃത്യമല്ലേ? അപ്പൊ ദേവസ്വം ബോർഡുമായി ബന്ധമില്ല എന്നൊക്കെ സാങ്കേതിക വെച്ച് പറഞ്ഞാൽ ഈ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് അതിന്റെ അംഗങ്ങളൊക്കെ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ്സ് ആണെന്ന് ആർക്കറിയാത്തത്? ആകാശത്തിൽ നിന്ന് ഒരു ദിവസം പൊട്ടി വീണതാണോ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത്? എല്ലാ കാലത്തും ആര് ഭരിച്ചാലും ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ള അതിൽ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ എന്ന് പറയുന്നത് അതാത് കക്ഷികളുടെ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ്സ് അല്ലേ? പക്ഷെ അത് പറയുന്നതിന് പോലുമുള്ള ആത്മവിശ്വാസം ഇവർക്കില്ലാന്നേ. ഇപ്പൊ ദേവസ്വം ബോർഡുമായി ഇവർക്ക് ബന്ധമില്ലെങ്കിൽ ഈ പരിപാടി എന്ത് പറഞ്ഞാൽ നടത്തിയത്? ഇവിടെ ആഗോള അയ്യപ്പ സംഗമം നടത്തുമ്പോൾ പറഞ്ഞത് എന്താ? ആഗോളതലത്തിൽ ശബരിമലയെ ആഗോള ശ്രദ്ധയുടെ കേന്ദ്രമാക്കി മാറ്റുമെന്നാ. പക്ഷെ ഈ പരിപാടി ശബരിമലയ്ക്ക് വേണ്ടി നടന്ന PR വർക്കാണോ? ഇത് പിണറായി വിജയന് വേണ്ടി നടന്ന PR വർക്കല്ലേ? ഈ അയ്യപ്പ സ്വാമിയുടെ ഒരു ചെറിയ ചിത്രം സ്റ്റാമ്പ് സൈസ് വെച്ച് അപ്പുറത്ത് ഭീമാകാരമായ പിണറായി വിജയന്റെ ചിത്രം പ്രതിഷ്ഠിച്ച് നടത്തിയിരിക്കുകയാണ്. അയ്യപ്പ സന്നിധാനത്ത് ബ്രാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലാന്നേ, പിണറായി വിജയനെ ആഗോളതലത്തിൽ ബ്രാൻഡ് ചെയ്യാൻ നടത്തിയ പരിപാടിയാണ്. ഇത് വളരെ കൃത്യമായ ഇതിന്റെ മോട്ടീവ് എന്ന് പറയുന്നതേ കറപ്റ്റഡാണ്. ഇതിന്റെ നടത്തിപ്പല്ല, മോട്ടീവേ കറപ്റ്റഡാ. ഇവിടെ പിണറായി വിജയനെ ബ്രാൻഡ് ചെയ്യാൻ കേരളത്തിലെ വിശ്വാസികളുടെ രക്ഷാപുരുഷൻ എന്ന് പറയുന്നത്, വിശ്വാസികളുടെ സംരക്ഷകൻ എന്ന് പറയുന്നത് പിണറായി വിജയൻ എന്നാ ഇവർ പറഞ്ഞു വെക്കുന്നത്. ഇത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് CPM പറഞ്ഞുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ ദൈവമായി ആരാധിക്കുന്ന ആളെന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മെഹബൂബാണെന്നേ. ഇപ്പോൾ വളരെ കൃത്യമായി കാര്യങ്ങൾ പുറത്തു വരിക. ഈ പറയുന്ന കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ ഇതൊക്കെ ഓഡിറ്റിങ്ങിന്റെ തലയിലിട്ട് രക്ഷപ്പെടാൻ ഇവർ വിചാരിച്ചാൽ നടക്കുമോ? ഇപ്പൊ ഏറ്റവും അവസാനം വന്നത് എന്താ? പിണറായി വിജയൻ ഒരു ദിവസം കിടക്കാനുള്ള കട്ടിലിന്റെ ചെലവ് എന്ന് പറയുന്നത് 1 ലക്ഷം എന്നാ. ജി ശങ്കരക്കുറുപ്പിന്റെ ഒരു കവിതയുണ്ട്, ചന്ദനക്കട്ടിൽ. വെമ്പല നാട്ടിലെ തമ്പുരാട്ടിക്ക് ഒരു കട്ടിൽ വേണം, അത് സാംബശിവൻ കഥാപ്രസംഗമാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ കേരളത്തിലെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുക പിണറായി വിജയൻ ഒരു ദിവസം കിടക്കാൻ വേണ്ടി 1 ലക്ഷം രൂപയുടെ കട്ടിൽ മേടിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുക. അദ്ദേഹത്തിന്റെ ചെലവ് ഈ സംഗമം നടത്തുമ്പോൾ താമസിക്കുന്ന ഹോട്ടലുകൾ എവിടെയാ? കുമരകത്ത്, മൂന്നാറിൽ. അപ്പൊ ഇത് ശബരിമലയ്ക്ക് വേണ്ടിയേ അല്ല, വലിയ തൂർത്താണ്. ഇവിടെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കാൽനടയായി വരുന്ന കൂലിവേലക്കാരടക്കമുള്ള കാണിക്കയിടുന്ന പണത്തിൽ നിന്നാണ് ഈ കുമരകത്തും മൂന്നാറിലും പഞ്ചനക്ഷത്ര സൗകര്യം ഉപയോഗിച്ച് ആളുകളെ പാർപ്പിക്കുന്നതെന്നേ. ഇവര് മറുപടി പറയണം. ഇത് 2 തരത്തിലാണ്. വിശ്വാസത്തിന്റെ വാണിജ്യവൽക്കരണമാണ് നടന്നിരിക്കുന്നത്. ശബരിമല അയ്യപ്പനുമായി ഇതിന് ബന്ധമില്ലാതെ കുറച്ച് അതിസമ്പന്നരായ ആളുകളെ ചൂണ്ടിക്കാണിച്ച് ശബരിമലയെ കച്ചവടം ചെയ്യാനുള്ള ഒരു ബൃഹത് പദ്ധതിയാണ് നടന്നത്. അത് അയ്യപ്പൻ തന്നെ പൊളിച്ചു കളഞ്ഞു അഭിലാഷ്. അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടല്ലേ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വാർത്തകളൊക്കെ വരുന്നത്. ശരി, ഓക്കെ, അതാണ് വാദം. ശ്രീ അരുൺകുമാർ, ഇപ്പൊ താങ്കളുടെ കയ്യിൽ എന്തായാലും ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ദേവസ്വം ബെഞ്ച് മുൻപാകെ കൊടുത്തിട്ടുള്ള രേഖയുണ്ടല്ലോ, സബ്മിഷൻ ഉണ്ടല്ലോ. അതിൽ 6ാമത്തെ ഖണ്ഡിക താങ്കൾ നേരത്തെ വായിക്കുകയുണ്ടായി. ഇതിന്റെ തുടക്കം തന്നെ IIIC എന്ന കമ്പനിയെ, ഊരാളുങ്കൽ കമ്പനിയുടെ ഒരു സംവിധാനത്തെ ടെൻഡർ ഇല്ലാതെ 10% അധിക ചെലവോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട ജോലികൾ ഏൽപ്പിച്ചതിനെ കുറിച്ച് തന്നെ ആ റിപ്പോർട്ട് പറയുന്നത് എന്താ? ആർബിട്രറി ആൻഡ് എക്സോർബിറ്റന്റ് എന്നാണ്. നോക്കൂ, ഇതാണ് നടന്നിട്ടുള്ളത്. ഇതിന്റെ തുടക്കം തന്നെ, ഇതിന്റെ കരാറ് തന്നെ ആർബിട്രറി ആണ് എന്ന് ഹൈക്കോടതി മുൻപാകെ ബോധിപ്പിക്കപ്പെട്ടിരിക്കുന്നു. എന്ന് മാത്രമല്ല, ഇനി ആ കരാർ എടുത്തിട്ടുള്ള ഈ സ്ഥാപനം IIIC എന്ന് പറയുന്ന സ്ഥാപനം കൊടുത്തിട്ടുള്ള ബില്ലുകൾ പെരുപ്പിച്ചതാണ് എന്ന് അതേ റിപ്പോർട്ടിന്റെ 10ാമത്തെ ഖണ്ഡികയിൽ താങ്കൾക്ക് കാണാൻ കഴിയും. താങ്കൾ 8ാം ഖണ്ഡിക വായിച്ചല്ലോ, 10ാം ഖണ്ഡിക അപ്പോൾ വായിക്കാതെ വിട്ടതായിരിക്കില്ലല്ലോ. ഇത് കേരളത്തിന് മുമ്പിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു കാര്യമല്ല എന്ന് തോന്നുന്നുണ്ടോ? കേരളത്തിന് മുന്നിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതു വിഷയവും എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്, ഞങ്ങൾക്ക് അതിന് കഴിവുമുണ്ട്. ഇവിടെ ദേവസ്വം മന്ത്രിയെയും ദേവസ്വം ബോർഡിനെയും എല്ലാം ക്ലബ്ബ് ചെയ്യിക്കാൻ BJPയും കോൺഗ്രസും ഒരു നാണയത്തിന്റെ ഇരുപുറം എന്ന രൂപത്തിൽ മത്സരിക്കുന്ന നമ്മൾ കണ്ടില്ലേ? ഇതേ കോൺഗ്രസിന്റെ 4 MLAമാരാണ് ഒരു നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യം ചോദിച്ചു. 2016 മുതൽ 21 വരെ ദേവസ്വം മന്ത്രി ദേവസ്വം ബോർഡിൽ എത്ര തവണ യോഗത്തിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞു. അതിന് കിട്ടിയ ഉത്തരം അഭിലാഷെങ്കിലും വായിച്ചിട്ടുണ്ടാവുമല്ലോ. കോൺഗ്രസ് വായിക്കാൻ ആഗ്രഹിക്കില്ല, കാരണം മറക്കാൻ ആഗ്രഹിക്കും. കാരണം ദേവസ്വം മന്ത്രി ഒരൊറ്റ യോഗത്തിൽ പോലും പങ്കെടുക്കാൻ പാടില്ല, പങ്കെടുത്തിട്ടില്ല. ദേവസ്വം മാനുവലും നിയമപ്രകാരം ദേവസ്വം ബോർഡ് ആക്ട് പ്രകാരം ഒരു കാരണവശാലും അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിയില്ല. എന്നിട്ടാണ് ഇവിടെ ദേവസ്വം മന്ത്രി എപ്പോഴും കണക്ട് ചെയ്ത് പറയുന്നത് ദേവസ്വം ബോർഡിന്റെ യോഗത്തിലൊന്നും. അപ്പൊ ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ സന്ദർഭവശാൽ. ഇവിടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻസ് IIICയുമായിട്ടാണ് ഗവൺമെന്റ് ഈ ഉത്തരവാദിത്വം ഏൽപ്പിച്ചത്. ഇത് ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് സംവിധാനം തന്നെയാണ്.
അതായത് ഗവൺമെന്റിന്റെ ഒരു വർക്ക് അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വം മറ്റൊരു ഗവൺമെന്റ് ഏജൻസിയെ ഏൽപ്പിക്കുമ്പോൾ ഒരു ടെൻഡറും വേണ്ട, കരാറും വേണ്ട, എഗ്രിമെന്റും വേണ്ട. ഇവിടെ ചില സബ് കോൺട്രാക്ട് ഞാൻ പറയട്ടെ, എന്റെ സമയം എങ്ങനെയാണ് ഗവൺമെന്റ് കമ്പനി ആവുന്നത് എന്നൊരു പ്രശ്നം. രണ്ടാമത്തേത് ഗവൺമെന്റ് അല്ല അയ്യപ്പ സംഗമം നടത്തുന്നത്, ദേവസ്വം ബോർഡാണെന്നല്ലേ ഇത്രയും കാലം പറഞ്ഞത്. ഇപ്പൊ ഗവൺമെന്റ് ആയോ ഏൽപ്പിച്ചത്? അല്ല, ഞാൻ പറയട്ടെ, എന്തിനാ ഇത്ര അസഹിഷ്ണുത? നിങ്ങൾക്ക് ഇപ്പൊ കോൺഗ്രസിന്റെ പ്രതിനിധി സംസാരിക്കുമ്പോൾ ഒരു ചോദ്യമില്ല, BJP പ്രതിനിധിക്ക് ഒരു ചോദ്യമില്ല, ഞാനൊന്നും മിണ്ടിയില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മാന്യമായിട്ടുള്ള ചർച്ച അല്ല, ഞാൻ റെഡി ടു എക്സ്പ്ലെയിൻ, പക്ഷെ യു പെർമിറ്റ് മീ ടു എക്സ്പ്ലെയിൻ. അല്ല, ഞാൻ റെഡിയാണല്ലോ. അല്ലെങ്കിൽ ഇത്രയും തിരക്കിനിടയിൽ ഇവിടെ എറണാകുളം ജില്ലയിൽ LDF-മായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്രയും തിരക്കിനിടയിൽ താങ്കളുടെ ചർച്ചയ്ക്ക് ഞാൻ വന്നിരിക്കുന്നത് ഓടി ഒളിക്കാനല്ലല്ലോ അഭിലാഷേ. അങ്ങനെ ഓടി ഒളിക്കുന്നവനല്ല ഞാൻ വന്നിരിക്കുന്നത് താങ്കളുടെ ചോദ്യത്തിന് മറുപടി നൽകാൻ തന്നെയായിട്ടാ. പിന്നെ താങ്കൾ സ്ഥാപിക്കുന്നത് മാത്രം ശരിയെന്ന് അംഗീകരിച്ചു തരാനല്ല ഞാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് IICയെ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്വം, അതിനൊരു കരാറും വേണ്ട, ഹൈക്കോടതി കരാറ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഈ വിജയൻ ആൻഡ് അസോസിയേറ്റ്സ് പറഞ്ഞു എന്ന് വെച്ചിട്ട് നിയമമല്ലാതാകില്ല. അതിന്റെ സബ് കോൺട്രാക്ട് ഊരാളുകളുടെ ഏൽപ്പിച്ചു. ഊരാളുകൾ ആ സബ് കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോയി. അവർ കൊടുത്ത ഒരു ബില്ലും ഈ വിജയൻ ആൻഡ് അസോസിയേറ്റ്സ് പരിശോധിച്ചിട്ടില്ല, പരിശോധിക്കാനുള്ള ഒരു ഇടമുണ്ടാക്കിയിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുഴുവൻ വരവും ചെലവും കൃത്യമായി പരിശോധിക്കുന്നത് ഈ 17-ാം തീയതിയാണ്. ഈ 17-ാം തീയതി നേരത്തെ ഡേറ്റ് നിശ്ചയിച്ചതാണ്. ഹൈക്കോടതി ചോദിച്ചു 17-ാം തീയതി ഓഡിറ്റ് നടക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് അവസാനത്തെ പാരഗ്രാഫിൽ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എക്സ്പ്ലനേഷൻ തരേണ്ട ദേവസ്വം ബോർഡ്. പിന്നെ ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എത്ര വലിയ ചാർട്ടേഡ് അക്കൗണ്ട് കമ്പനി ആയാലും സംരംഭമായാലും ആ ഓഡിറ്റിങ്ങിന് ഒരു രൂപവും ഭാവവും ഉണ്ട്. അതിൽ ഉൾപ്പെടാതെ ഓഡിറ്റ് റിപ്പോർട്ട് കൊടുത്തപ്പോഴാണ് സംസ്ഥാന ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരവും ഈ കോടതിയിൽ തരണമെന്ന് പറഞ്ഞത്. അതായത് കേരള ഹൈക്കോടതിക്ക് ഈ വിഷയത്തിൽ ഒരു സംശയമില്ല. തന്ന റിപ്പോർട്ട് അവർ ടൈപ്പ് ചെയ്ത് വെച്ചു, 5-8 പാരഗ്രാഫ്. ഇതാണ് വിജയൻ ആൻഡ് അസോസിയേറ്റ്സ് തന്നത്. ഈ വിജയൻ ആൻഡ് അസോസിയേറ്റ്സ് തന്ന ആ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം ദേവസ്വം ബോർഡിന് അറിയില്ല, ദേവസ്വം ബോർഡ് ചർച്ച ചെയ്തിട്ടില്ല. ഞങ്ങൾ കൊടുത്ത ഒരു ബില്ലിന്റെയും ഭാഗമായിട്ടല്ല ആ റിപ്പോർട്ട്. ആധികാരികമായിട്ട് പറയുന്നു, ഇവിടെ അഡ്വാൻസ് ആയി തന്ന തുക മുഴുവൻ തിരിച്ചടച്ചിട്ടുണ്ട്, 1 രൂപ പോലും കടമില്ല. അന്നും പറഞ്ഞു, ഇന്നും പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തുക പോലും ദേവസ്വം ബോർഡിന്റെ എടുത്ത് ചെലവാക്കിയിട്ടില്ല, ഭക്തരുടെ എടുത്ത് ചെലവാക്കിയിട്ടില്ല. ഇവിടെ സ്പോൺസർഷിപ്പായിട്ട് വിവിധ മേഖലകളിൽ നിന്ന് കിട്ടിയ പണം മാത്രമാണ് ഉപയോഗിച്ചത്. ഇനിയും ചില ബില്ലുകൾ സെറ്റിൽ ചെയ്യാനുണ്ട്. അതും സ്പോൺസർഷിപ്പ് പറഞ്ഞതിൽ ബാക്കി തുക കൊണ്ട് സെറ്റിൽ ചെയ്യും. അതിൽ ഇപ്പൊ അടുത്ത കാലത്ത് വന്നതടക്കം 17/2 ചെലവ് ചെയ്യുന്നത്. ഇത് ആഗോള അയ്യപ്പ സംഗമം വന്നപ്പോ തന്നെ ചിലർക്ക് ഹാലിളകി. 4-5 പേര് ഹൈക്കോടതിയിൽ പോയി, 4-5 പേര് ഇതിന്റെ പ്രസ്താവനയായിട്ട് ഇറങ്ങി. ഇതാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു. അവർക്ക് ആ ഹാലിളകും. കാരണം ഒറ്റ കാര്യം, ഇന്ത്യയിൽ ഒരു റെയിൽവേ പദ്ധതി സംസ്ഥാന ഗവൺമെന്റ് പണം മുടക്കുന്നുണ്ടെങ്കിൽ ശബരി റെയിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പദ്ധതി പണം നമ്മൾ കൊടുത്തുകൊണ്ട് ഭൂമി ഏറ്റെടുക്കാൻ പോകുകയാണ്. അവിടെ വിമാനത്താവളം വരാൻ പോകുന്നു. അത്തരത്തിൽ വികസനം വരുമ്പോ ഇത് സഹിക്കാൻ പറ്റാത്ത കോൺഗ്രസും BJPയും പല നമ്പറുമായിട്ട് ഇറങ്ങും. ആ നമ്പറിനൊക്കെ നേരിടാനുള്ള കരുത്തുണ്ട്. ശരി, അങ്ങ് പറഞ്ഞ വാദം ഒരു ബില്ലും പരിശോധിച്ചിട്ടില്ല, ബില്ലൊന്നും പരിശോധിക്കാതെയാണ് വിജയൻ ആൻഡ് അസോസിയേറ്റ്സ് ഇങ്ങനെ ഒരു റിപ്പോർട്ടിലേക്ക് എത്തിയത്. നോക്കൂ, 10-ാമത്തെ പാരഗ്രാഫ്. ഞാൻ ആ ഓഡിറ്റ് റിപ്പോർട്ട് അല്ല കേട്ടോ വായിക്കുന്നത്, ദേവസ്വം കമ്മീഷണർ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള റിപ്പോർട്ട്. അതിൽ പറയുന്നു, ഡിസ്ക്രിപ്പൻസീസ് ആർ നോട്ടീസ്ഡ് വെൻ കമ്പയർഡ് വിത്ത് ദ ആക്ച്വൽ ബിൽ ഓഫ് ക്വാണ്ടിറ്റി വിച്ച് ഇസ് ദ ബേസ് ഡോക്യുമെന്റ് ഓഫ് ദ വെരിഫിക്കേഷൻ. ഏത് ആക്ച്വൽ ബിൽസ് ആണ് ബേസ് ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ വിത്ത് കറസ്പോണ്ടിങ് ഇൻവോയ്സസ് സബ്മിറ്റഡ് അലോങ് വിത്ത് ദ ഹെഡ് വൈസ് ബ്രേക്കപ്പ് ഓഫ് എക്സ്പെൻഡിച്ചർ പ്ലേസ്ഡ് ബൈ സബ് കോൺട്രാക്ടർ കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ്. നോക്കൂ, അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് സബ് കോൺട്രാക്ടർ എടുത്തിട്ടുള്ള കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വില്ലേജ് നൽകിയിട്ടുള്ള ഹെഡ് വൈസ് ബ്രേക്കപ്പ് ഉള്ള ബില്ലും പ്രൈമറി ഏജൻസിയായ IIIC നൽകിയ ആക്ച്വൽ ബില്ലും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അതിൽ പൊരുത്തക്കേടുകൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ ബില്ലൊന്നും പരിശോധിക്കാതെയാണോ 2 ബില്ലുകൾ തമ്മിലുള്ള പൊരുത്തക്കേട് കോടതി മുമ്പാകെ പറയുക? ഇനി ഏതാണ് ആ പൊരുത്തക്കേട് അങ്ങ് ചോദിച്ചാൽ ഞാൻ അതിന്റെ വിശദാംശങ്ങൾ ഓഡിറ്റ് റിപ്പോർട്ടിലുണ്ട്, അത് പറയുകയും ചെയ്യാം. ഒറ്റ കാര്യം, ഞാൻ ആദ്യം വായിച്ചല്ലോ 2-ാം പാരഗ്രാഫിലെ 6-ാം സെന്റൻസ്. ഹെൻസ് ദ ഓഡിറ്റർ could not verify the actual expenses incurred by the subcontractors in relation to the execution of the work എന്ന് പറഞ്ഞാൽ ഏതോ ബില്ല് നോക്കിയിട്ടുണ്ടാവും. ആരോടാ ചോദിക്കേണ്ടത്? ദേവസ്വം ബോർഡിനോട് ചോദിക്കണം. ആ പൊരുത്തക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ല ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ഏത് പൊരുത്തക്കേട് ചൂണ്ടിക്കാണിച്ചാലും ഏത് ബില്ല് വെരിഫിക്കേഷന് കിട്ടിയില്ലെങ്കിലും എന്ത് സാഹചര്യം അല്ല അഭിലാഷേ, ആ റിപ്പോർട്ടിന്റെ ഓരോ പാരഗ്രാഫ് എടുക്കണ്ട, പാരഗ്രാഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേവസ്വം ബോർഡിന്റെ കയ്യിൽ ക്ലിയർ ആണ്. പ്രൈമറി കോൺട്രാക്ട് എടുത്ത സ്ഥാപനം നൽകിയ ആക്ച്വൽ ബില്ലും
സബ് കോൺട്രാക്ട് എടുത്ത സ്ഥാപനം നൽകിയ ഹെഡ് വൈസ് ബില്ലും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അതിൽ പൊരുത്തക്കേടുണ്ട് എന്നാണ് ഈ ഹൈക്കോടതി മുമ്പാകെ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. ഇനി അത് ഓഡിറ്റ് റിപ്പോർട്ടിൽ അത് വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. എമൗണ്ട് ഇൻ ആക്ച്വൽ ബിൽ, അതായത് IIIC കൊടുത്ത ബിൽ ആസ് പെർ ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഹെഡ് വൈസ് എക്സ്പെൻഡിച്ചർ പ്രൊവൈഡഡ് ബൈ കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വില്ലേജ്, അത് സബ് കോൺട്രാക്ട് എടുത്ത സ്ഥാപനം. നോക്കൂ, ഒറ്റ ചെറിയൊരു കാര്യം, ഫുഡ് ബാറ്റയുടെ കാര്യം, ഡെയിലി ഫുഡ് അലവൻസ് IIIC ക്ലെയിം ചെയ്തിരിക്കുന്നത് 73,780 രൂപയാണ്. സബ് കോൺട്രാക്ട് എടുത്ത സ്ഥാപനത്തിന്റെ കണക്കനുസരിച്ച് അത് 5,939 രൂപ മാത്രമാണ്. കോർഡിനേഷൻ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് 2 ലക്ഷം രൂപ IIIC പറയുന്നുണ്ട് അവരുടെ ബില്ലിൽ. അങ്ങനെ ഒരു സംഭവം ഈ സബ് കോൺട്രാക്ട് എടുത്ത കമ്പനിയുടെ ബില്ലിൽ ഇല്ല. പാർട്ട് ബിയിൽ പെടുന്ന ലോജിസ്റ്റിക്സ് ആൻഡ് അക്കോമഡേഷൻ ഓഫ് പേഴ്സണൽസ് 2,34,000 ചില്ലറ രൂപ പ്രൈമറി കോൺട്രാക്ട് എടുത്ത സ്ഥാപനം പറയുന്നുണ്ട്. 1 ലക്ഷം രൂപയാണ് സെക്കൻഡറി കോൺട്രാക്ട് എടുത്ത സബ് കോൺട്രാക്ട് എടുത്ത സ്ഥാപനം പറയുന്നത്. ഹെഡ് വൈസ് ബ്രേക്കപ്പ് വരുമ്പോൾ ഓഡിറ്ററുടെ മുമ്പിൽ വരുമ്പോൾ 2 സെറ്റ് ഓഫ് ബില്ലുകളുണ്ട്. അതിൽ പൊരുത്തമില്ല എന്ന് പറഞ്ഞാൽ കൂടിയ ബില്ല് കാണിച്ചിരിക്കുന്നു പ്രൈമറി കോൺട്രാക്ട് എടുത്ത സ്ഥാപനം എന്നാണല്ലോ അതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇതൊക്കെ ആക്ച്വൽ ബിൽസ് ആണ് കേട്ടോ. നിങ്ങൾ എസ്റ്റിമേറ്റ് ആണെന്നൊന്നും പറയരുത്, സൈബർ പോരാളികൾ പറയുന്നത് പോലെ. അതിൽ ഈ സബ് കോൺട്രാക്ട് ഒരു ഏജൻസി മാത്രമാണ് എടുത്തത് എന്നെന്തെങ്കിലും രേഖ താങ്കളുടെ കൈവശമുണ്ടോ? ഇല്ല, ഇത് ഒരു കോൺട്രാക്ട്, പ്രൈമറി കോൺട്രാക്ട്, ഭക്ഷണത്തിന്റെ തന്നെ കോൺട്രാക്ട്. ഒറ്റ മിനിറ്റ്, ഞാൻ പറയട്ടെ. അല്ല, ഒറ്റ മിനിറ്റ്, നിങ്ങൾ എന്തിനാണ് അസ്വസ്ഥപ്പെടണേ? വരെ സമയമുണ്ടല്ലോ, ഞാൻ ഇറങ്ങി പോകുന്നല്ലോ. ഇപ്പൊ ഫുഡിന്റെ കോൺട്രാക്ട്, ഒറ്റ മിനിറ്റ് ഒന്ന് കേൾക്കൂ താങ്കൾ. ഫുഡിന്റെ കോൺട്രാക്ട് രാവിലെ പ്രഭാത ഭക്ഷണം ഏൽപ്പിക്കുന്ന ഏജൻസി തന്നെ ആകണമെന്നില്ല ഉച്ചയ്ക്ക് ലഞ്ച് കൊടുക്കുന്നത്. ലഞ്ച് ഏൽപ്പിക്കുന്ന ഏജൻസി തന്നെ ആകണമെന്നില്ല വൈകുന്നേരം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് അനോമലി ഉണ്ടെങ്കിലും അതുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ രേഖയും ദേവസ്വം ബോർഡിന്റെ കയ്യിലുണ്ട് എന്നും ഈ 17-ാം തീയതി അത് ചർച്ച ചെയ്ത് പരിഹരിച്ച ഓഡിറ്റ് റിപ്പോർട്ട് ഇതാണ് ഓഡിറ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുമെന്നും അതിന് സംസ്ഥാന ഓഡിറ്റിംഗ് അതോറിറ്റിയുടെ ഒരു പാറ്റേൺ ഉണ്ട് എന്നും ആ പാറ്റേൺ അനുസരിച്ച് തന്നെ മുഴുവൻ ഒരു പ്രൈമറി ഓഡിറ്റിംഗ് പൂർത്തീകരിച്ച് തന്നെ ദേവസ്വം ബോർഡിന്റെ കയ്യിൽ രേഖകളുണ്ട് എന്ന് അസന്നിഗ്ധമായിട്ട് പറയുകയാണ്. അതുകൊണ്ട് ദേവസ്വം ബോർഡ് അറിയാത്ത ഒരു റിപ്പോർട്ട് ഹൈക്കോടതിയിൽ കൊണ്ടേ കൊടുത്തു. ഹൈക്കോടതി അത് ഉത്തരവിന്റെ ഭാഗമാക്കിയിട്ട് എന്താ പറഞ്ഞത്? നിങ്ങളുടെ എക്സ്പ്ലനേഷൻ നിങ്ങൾ പറയണതേ പറഞ്ഞിട്ടുള്ളൂ, തെറ്റാണെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടില്ല. അല്ല അരുൺകുമാർ, ഈ വിജയൻ ആൻഡ് അസോസിയേറ്റ്സ് എന്ന് പറയുന്നത് പ്രൈമറി സ്കൂൾ കുട്ടികളൊന്നും അല്ലല്ലോ, ഒരു പ്രധാനപ്പെട്ട ഓഡിറ്റിംഗ് ഫേം അല്ലേ. അവരുടെ ഓഡിറ്റ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ സബ് കോൺട്രാക്ടേഴ്സ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാണ്ട് അയ്യോ ഒരു സബ് കോൺട്രാക്റ്റും മെയിൻ കോൺട്രാക്റ്റും തമ്മിൽ ഇങ്ങനെയാണോ പൊരുത്തക്കേടുണ്ടോ എന്ന് പറഞ്ഞ് എഴുതി വെക്കുന്ന, ഓഡിറ്റിൽ എഴുതി വെക്കുന്ന അത്രയും ശ്രദ്ധയില്ലാതെ അല്ലെങ്കിൽ എന്താ അങ്ങനെ മണ്ടത്തരം എഴുതി വെക്കുന്ന സ്ഥാപനമാണോ ഒരു ഓഡിറ്റിംഗ് ഫേം? എനിക്കറിയില്ല. ഒരു ഓഡിറ്റ് റിപ്പോർട്ടിൽ ഹൈക്കോടതി മുമ്പാകെയൊക്കെ വരുന്ന ഇത്രയും പ്രധാനപ്പെട്ട ഒരു ഓഡിറ്റ് റിപ്പോർട്ടിൽ അങ്ങനെ അത്രയും വലിയ മണ്ടത്തരമൊക്കെ വരും എന്ന് അങ്ങ് എനിക്കത് ദഹിക്കുന്ന കാര്യമല്ല. ഒറ്റ കാര്യം മതി. ഈ ഓഡിറ്റ് റിപ്പോർട്ട്, അതായത് ഹൈക്കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്ത വിജയൻ ആൻഡ് അസോസിയേറ്റ്സിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് ദേവസ്വം ബോർഡ് വെരിഫൈ ചെയ്തു എന്നോ ദേവസ്വം ബോർഡ് അംഗീകരിച്ചു എന്നോ ഇന്ന ദിവസം നടന്ന യോഗത്തിൽ അത് പരിഗണിച്ചു എന്നോ കാണിക്കുന്ന എന്തെങ്കിലും ഒരു എഴുത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും അതിലൊരു അറ്റസ്റ്റേഷൻ താങ്കൾക്ക് കാണിച്ചു തരാൻ പറ്റും? അല്ല, അപ്പോ ഈ ഓഡിറ്റ് റിപ്പോർട്ട് സ്പെഷ്യൽ കമ്മീഷണർക്കാണോ കൊടുത്തത്? ഒന്നുമില്ല, നേരിട്ട് സ്പെഷ്യൽ കമ്മീഷണർക്കാണോ അപ്പോ ഓഡിറ്റ് റിപ്പോർട്ട് കൊടുത്തത് വിജയൻ ആൻഡ് അസോസിയേറ്റ്സ്? അതാണ് പ്രശ്നം. അല്ല, ഹൈക്കോടതിക്കാണ്. അങ്ങനെ പറ്റില്ലല്ലോ. അല്ല, ഞങ്ങൾക്കറിയില്ല. ശരി, അറിയാത്ത കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് കാര്യമില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ദേവസ്വം കമ്മീഷണർ റിപ്പോർട്ട് വാങ്ങിച്ചത്. ഒരു അര മിനിറ്റ്, അല്ല പെർമിറ്റ് മീ ഹാഫ് മിനിറ്റ്. ശരി, ഇന്ന് മുൻ ദേവസ്വം പ്രസിഡന്റ് പത്രസമ്മേളനം നടത്തി എന്താ പറഞ്ഞത്? പത്രസമ്മേളനം നടത്തി പറഞ്ഞെന്താ? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേവസ്വം ബോർഡ് അറിഞ്ഞിട്ടില്ല, ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടില്ല, ഞങ്ങളുടെ പരിഗണനാ വിഷയമായിട്ട് വന്നിട്ടില്ല, മുഴുവൻ ബില്ലും രേഖയും ഞങ്ങളുടെ കയ്യിലുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ 17-ാം തീയതി ചർച്ച ചെയ്യാൻ പോകുന്നു. പിന്നെ ഇതെങ്ങനെ ധൃതി പിടിച്ച് 2 എക്സ്റ്റൻഷൻ കിട്ടിയിട്ടും ഹൈക്കോടതി മുമ്പാകെ സ്പെഷ്യൽ കമ്മീഷണർ കൊടുത്തു എന്നതിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. ഞങ്ങൾക്ക് അതിൽ ആശങ്കയുണ്ട്. ഹൈക്കോടതി ബോധിപ്പിക്കും. 17-ാം തീയതി ഡേറ്റ് ഒന്ന് കഴിഞ്ഞോട്ടെ. ശരി, 17-ാം തീയതി വരെ കാത്തിരിക്കണമെന്ന് CPM പറയും. നോക്കാം, ഒരു ഇടവേളയുണ്ട്. എനിക്ക് ഇടവേളയ്ക്ക് ശേഷം ചർച്ചയിലേക്ക് വീണ്ടും. ശ്രീ ശങ്കുട്ടി ദാസ്, ഇതെല്ലാം ഞങ്ങളുടെ കണക്ക് എന്ന് പറഞ്ഞ് PS പ്രശാന്ത്, അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ഫേസ്ബുക്കിൽ അദ്ദേഹത്തിന്റെ ഭാഗം വിശദീകരിച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ സ്വാഭാവികമായിട്ടും ഹൈക്കോടതിയെ ബോധിപ്പിക്കേണ്ട കാര്യങ്ങളുണ്ട്. കോടതി ഇക്കാര്യത്തിൽ ഖണ്ഡിതമായ നിലപാടൊന്നും ഈ കണക്കുകൾ അംഗീകരിച്ചിട്ടില്ല. കാരണം സ്വാഭാവികമായിട്ടും ദേവസ്വം ബോർഡിന്റെ ഇക്കാര്യത്തിലെ റിപ്ലൈ ആവശ്യമുണ്ടല്ലോ. അപ്പോൾ ദേവസ്വം ബോർഡ് വിശദീകരിക്കുന്നത് വരെ കാത്തിരിക്കണോ? നോക്കൂ, ദേവസ്വം കമ്മീഷണറുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ആണോ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് മുമ്പിൽ സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ഓഡിറ്റഡ് റിപ്പോർട്ടിനാണോ
കൂടുതൽ വിശ്വാസ്യത എന്നാണ് അങ്ങയുടെ ചോദ്യമെങ്കിൽ തീർച്ചയായിട്ടും അത് ഓഡിറ്റ് റിപ്പോർട്ട് തന്നെയാണെന്ന് ഞാൻ പറയും. എന്റെ സുഹൃത്തായിട്ടുള്ള ശ്രീ അരുൺകുമാർ ആദ്യത്തെ ഊഴത്തിൽ ഓഡിറ്റിംഗ് നടത്തിയിട്ടുള്ള സ്ഥാപനത്തെയാണ് തള്ളി പറഞ്ഞിരുന്നത്. അവരുടെ പിടിപ്പുകേട് കൊണ്ടാണ് ഇത് സംഭവിച്ചത്. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഊഴായപ്പോഴേക്കും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ശബരിമലയുടെ മേൽനോട്ടത്തിന് വേണ്ടി നിയമിച്ചിട്ടുള്ള ഓഫീസർ ഓഫ് ദ കോർട്ട് ആയിട്ടുള്ള സ്പെഷ്യൽ കമ്മീഷണറുടെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ആരോപണം. സ്പെഷ്യൽ കമ്മീഷണർ എന്തോ പ്രത്യേക നിർദ്ദേശം വെച്ചുകൊണ്ട് ഇവർക്കെതിരെ ഇങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുത്തു, അവരൊന്നും അറിയാത്ത റിപ്പോർട്ട് കൊടുത്തു. എനിക്ക് ഭയമുണ്ട് അടുത്തൊരു ഊഴം കൂടി നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിനെതിരെ തന്നെ അവർ പറയായിരിക്കും ഫെബ്രുവരി 17-ാം തീയതി ഞങ്ങൾ ഓഡിറ്റ് നടത്താൻ നിൽക്കുമ്പോൾ 11-ാം തീയതി തന്നെ എന്തിനാണ് കോടതി ഈ കേസൊക്കെ എടുത്തിട്ട് വേണ്ടാത്ത പരാമർശമൊക്കെ നടത്തി ഞങ്ങളെ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കിയത്. സർക്കാരിന്റെ ഏതോ ഡിവിഷൻ ബെഞ്ച് വായി തോന്നിയത് പറഞ്ഞു എന്ന് കോൺഗ്രസാ പറയാറ്. ഓക്കെ, ഏതോ ഡിവിഷൻ ബെഞ്ച് വായി തോന്നി ഇത് പറഞ്ഞു എന്ന് പറഞ്ഞ ഞങ്ങളല്ല, കോൺഗ്രസ്സുകാരാ ചോദിച്ചാൽ. ഇവിടെ ചീഫ് ജസ്റ്റിസിന്റെ കോലം കത്തിച്ച പാർട്ടി ഉണ്ട്. ചീഫ് ജസ്റ്റിസിന്റെ ശരി. അല്ല ഞാൻ പറഞ്ഞു എന്താ വെച്ചാൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ബ്ലെയിം ഷിഫ്റ്റിംഗ് ആണ്. അതായത് ഫെബ്രുവരി 17-ാം തീയതിയാണ് ഞങ്ങളുടെ ഓഡിറ്റ്. ആ ഓഡിറ്റിന് ശേഷം ശരിയായിട്ടുള്ള കണക്കുകൾ പുറത്തു വരുള്ളൂ എന്ന് പറയുന്നത് എന്തൊരു ബാലിശമാണ്. നോക്കൂ, ഇത് സെപ്റ്റംബർ 20 നടന്ന സമ്മേളനം, 45 ദിവസത്തെ പിന്നീട് എന്ന് പറഞ്ഞാൽ നവംബറിൽ കൊടുക്കേണ്ട റിപ്പോർട്ട് നവംബറിൽ എക്സ്റ്റൻഷൻ കൊടുത്തു, ജനുവരിയിലേക്ക് സമയം കൊടുത്തു. ജനുവരി 8-ാം തീയതി വീണ്ടും വാദം കേട്ടതിന് ശേഷം ഒരു മാസത്തെ എക്സ്റ്റൻഷൻ കൊടുത്തു. അത് ഫെബ്രുവരി 8-ാം തീയതി കഴിഞ്ഞു. ഫെബ്രുവരി 11-ാം തീയതി റിപ്പോർട്ട് പരിഗണിച്ച സമയത്ത് ഞങ്ങളുടെ ശരിക്കുള്ള ഓഡിറ്റ് 17-ാം തീയതി നടക്കാതെ പറഞ്ഞാൽ നിങ്ങൾ ശരിക്കുള്ള ഓഡിറ്റിന് ഉദ്ദേശിച്ചുള്ള അടുത്ത കൊല്ലമാണെങ്കിൽ അടുത്ത കൊല്ലം വരെ വരുന്ന കണക്കൊക്കെ കള്ളക്കണക്കാണ്. രണ്ടാമത്തെ കാര്യം, തിരുവനന്തപുരത്ത് ഇരിക്കുന്ന വിജയൻ ആൻഡ് അസോസിയേറ്റ്സിന്റെ അവർ സ്വന്തം ഇഷ്ടപ്രകാരം നടത്തിയിട്ടുള്ള ഒരു ഓഡിറ്റിംഗിന്റെ റിപ്പോർട്ട് പറന്നു പോയിട്ട് ഹൈക്കോടതി ബെഞ്ചിന്റെ മുമ്പിൽ വന്നതല്ല. ഇതിനൊരു നടപടിക്രമമുണ്ട്. ഇവരെ ഓഡിറ്റിംഗ് നടത്താൻ ഏൽപ്പിച്ചിട്ടുള്ളത് ദേവസ്വം ബോർഡാണ്, അല്ലാണ്ട് മറ്റാരുമല്ല. ദേവസ്വം ബോർഡ് അവർക്ക് വിശ്വാസമുള്ള ഒരു ഏജൻസിനെയാണ് ഏൽപ്പിച്ചത്. അവർ ഓഡിറ്റിംഗ് നടത്തിയിട്ട് ആ റിപ്പോർട്ട് കൊടുക്കുന്നത് ദേവസ്വം ബോർഡിനാണ്. ദേവസ്വം കമ്മീഷണർക്കാണ് അവർ റിപ്പോർട്ട് കൊടുക്കുന്നത്. ദേവസ്വം കമ്മീഷണറാണ് റിപ്പോർട്ട് സ്പെഷ്യൽ കമ്മീഷണർക്ക് കൈമാറുന്നത്. സ്പെഷ്യൽ കമ്മീഷണറാണ് ഇത് കോടതിയിലേക്ക് കൈമാറുന്നത്. അതല്ലാതെ ഇത് വിജയൻ ആൻഡ് അസോസിയേറ്റ്സ് നേരിട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടല്ല. ദേവസ്വം ബോർഡ് വഴി തന്നെ കോടതിയിൽ എത്തിയിട്ടുള്ള റിപ്പോർട്ടിനെയാണ്, ദേവസ്വം കമ്മീഷണർ മുഖാന്തരം കോടതിയിൽ എത്തിയിട്ടുള്ള റിപ്പോർട്ടിനെയാണ് വ്യാജ കണക്ക്, വ്യാജ ഓഡിറ്റ് എന്നൊക്കെ നിങ്ങൾ പറയുന്നത് എന്തൊരു പരിഹാസ്യമായിട്ടുള്ള കാര്യമാണ്. ഈ റിപ്പോർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഹൈക്കോടതി പരാമർശങ്ങളൊന്നും നടത്തിയിട്ടില്ല. ഈ റിപ്പോർട്ട് ഇങ്ങനെ അതിൽ 6 പാരഗ്രാഫ് എടുത്ത് പറഞ്ഞു, എന്നിട്ട് ബാക്കി സർക്കാർ തീരുമാനിക്കട്ടെ എന്ന് പറയുന്നതല്ല ചെയ്തത്. സീരിയസ് ഡിസ്ക്രിപ്പൻസീസ് എന്ന് പറഞ്ഞു, അതേപോലെ തന്നെ ഇറഗുലാരിറ്റീസ് ഉണ്ട് എന്ന് പറഞ്ഞു, ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള എന്താണ് മിസ് കാൽക്കുലേഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. ഇതിന്റെ പ്രശ്നം എന്താ? ഇപ്പൊ ഇവര് പറയുന്ന നന്ദഗോവിന്ദൻ ഭജൻസിന്റെ നടത്താത്ത ഭജനം 8 ലക്ഷം റുപ്യ ബില്ല് കാണിച്ചൊന്നുമില്ല, അതൊക്കെ ചെറിയ ഫ്രോഡാണ്. ഇതിൽ കണക്കേ കാണിക്കാത്ത സംഗതികളുണ്ട്. ഉദാഹരണത്തിന് 4000 തീർത്ഥാടകർ അല്ലെങ്കിൽ ഡെലിഗേറ്റ്സ് ഇതിൽ പങ്കെടുത്തു എന്നാണ് ഇവരുടെ ഒരു കണക്ക്. ആരും കണ്ടിട്ടില്ല കേട്ടോ, ഈ 4000 ആൾക്കാരൊന്നും ആരും കണ്ടിട്ടില്ല. ഇവരുടെ മാത്രം കണക്കിലാണ്. അന്ന് സ്വതന്ത്രമായിട്ട് ഏജൻസികളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്ന 623 ആളോ മറ്റോ പങ്കെടുത്തു. പക്ഷേ ഈ 4000 കണക്കിലാണ് എല്ലാ ചെലവും തിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചത് 4000 ആൾക്കാർ ഭക്ഷണം കഴിക്കാനുള്ള ചെലവ്, രാത്രി ഭക്ഷണം കഴിച്ചത് 3000 ആൾക്കാർ കഴിക്കാനുള്ള ചെലവ്, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് 4000 ആൾക്കാർക്കുള്ള ചെലവ് എന്നൊക്കെ വരില്ല. ഈ 4000 പേർക്ക് പ്രസാദ കിറ്റ് വിതരണം ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഓരോ യൂണിറ്റ് അപ്പം, ഓരോ യൂണിറ്റ് അരവണ, ഓരോ യൂണിറ്റ് ചന്ദനം, വിഭൂതി, ഭസ്മം, ചന്ദനം തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കണക്ക്, ഇതിന്റെ ചെലവായിട്ടുള്ള തുക ഈ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടേ ഇല്ല. അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പ്രൊക്യൂർമെന്റ്സിന്റെ കാര്യം, അതിൽ പല കാര്യങ്ങളും, ഇപ്പൊ 180 ബെഡുകൾ ഓർഡർ ചെയ്തു എന്ന് പറയുന്നു. ഫിസിക്കലി അങ്ങനെ ഒരു സാധനം ഇവിടെ കാണാൻ പോലും ഇല്ല. എവിടെയാണ് ഇത് ഓർഡർ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അതേപോലെ തന്നെ സാധാരണ എല്ലാ കണക്കിലും വ്യത്യാസം വരിക എപ്പോഴാണ്? ഒന്ന് പേരന്റ് ഏജൻസി കൊടുക്കുന്ന ബില്ലും അതിന് ശരിക്കും പിന്നീട് അവരുടെ സബ് കോൺട്രാക്ട് എടുത്തിട്ട് ഏജൻസി കൊടുക്കുന്ന ബില്ലും തമ്മിൽ വ്യത്യാസം വരാറുണ്ട്. പക്ഷെ ആ വ്യത്യാസം ഫസ്റ്റ് ഏജൻസി കൊടുക്കുന്ന ബില്ലിനേക്കാൾ വലുതായിരിക്കും സെക്കൻഡറി ഏജൻസി കൊടുക്കുന്ന ബില്ലിന്. കാരണം അവർ അവരുടെ കമ്മീഷനെ കൂടി കൂട്ടിയിടും. ഇവിടെ നേരെ തിരിച്ചിട്ടാണ്. ഇവിടെ ശരിക്കും നടപ്പാക്കിയിട്ടുള്ള ആക്ച്വലി ഗ്രൗണ്ടിൽ ആ പരിപാടി നടത്തിയിട്ടുള്ള കമ്പനി പറയുന്നു ഞങ്ങൾക്ക് ഇന്ന തുകയ്ക്ക് 9 ലക്ഷം രൂപയെ ചെലവ് വന്നത്. എന്നാൽ ഇവർക്ക് കോൺട്രാക്ട് കൊടുത്തിട്ടുള്ള IIIC എന്ന് പറയുന്ന കമ്പനി പറയുന്നത് എന്താ? ഇവരെ കൊണ്ട് ഈ പണി എടുപ്പിക്കാൻ ഞങ്ങൾക്ക് ചെലവായിട്ടുള്ളത് 16 ലക്ഷം വന്ന. അതായത് ഒരാളെ ഒരു പണി ഏൽപ്പിക്കുമ്പോൾ തന്നെ ഏതാണ്ട് 7 ലക്ഷം രൂപയുടെ വ്യത്യാസം വരികയാണ്. ഇങ്ങനെയാണ് 5230 അപ്പുറത്തെത്തുമ്പോൾ 73,000 ആവുന്നത്. ഇത് ഓരോ കണക്കിലും നമുക്ക് ഈ വ്യത്യാസം കാണാൻ സാധിക്കും. ഈ IIIC എന്ന് പറയുന്ന സംവിധാനത്തെ ഇത് ഏൽപ്പിച്ചതിൽ തന്നെ ക്രമക്കേടുണ്ടെന്ന് ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കാരണം എന്താ? കാരണം ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ടെൻഡർ ഇല്ലാണ്ട് കരാർ കൊടുക്കാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. അത് കോർപ്പറേറ്റ് സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംവിധാനം ആയതുകൊണ്ട്. എന്നാൽ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന അവരുടെ ഒരു സബ്സിഡിയറി കമ്പനിയാണ് ഈ IIIC എന്ന് പറയുന്നത്. ഇത് കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനിയാണ്. അതൊരു പ്രൈവറ്റ് കമ്പനിയാണ്. അങ്ങനെ ഒരു പ്രൈവറ്റ് കമ്പനിക്ക് ടെൻഡർ ഇല്ലാണ്ട് എങ്ങനെയാണ് 10% വർധനവോട് കൂടിയിട്ട് ഒരു കരാർ ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പറയുന്നതിൽ തന്നെ ആരംഭിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്രമക്കേടുകൾ.
ഇപ്പോ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ള രേഖകൾ കൊണ്ട് കാണാവുന്നത് 8.22 കോടി രൂപയ്ക്കുള്ള ഒരു MOU ഉണ്ടാക്കി അതിൽ 10% വരെ എക്സ്റ്റൻഷൻ കൊടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ടാക്കി. അതായത് ഏതാണ്ട് 9 കോടി രൂപയുടെ ചെലവ് പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് ഇവർ ഈ അയ്യപ്പ സംഗമം നടത്തിയിട്ടുള്ളത്. അതിൽ നിന്ന് ഇവർക്ക് പിരിഞ്ഞു കിട്ടിയിട്ടുള്ള തുകയായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഒന്ന് കേരള ബാങ്കിന്റെ 1 കോടി, പിന്നെ ഒന്ന് ധനലക്ഷ്മി ബാങ്കിന്റെ 2 കോടി, പിന്നെ ഒന്ന് അദാനി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ള 1 കോടി. അതിൽ 3 കോടി രൂപയാണ് കിട്ടിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ബാക്കി ഏതാണ്ട് 6.5 കോടി രൂപയുമായി ബന്ധപ്പെട്ട ഒരു കണക്കുകളും ഇല്ല. ദേവസ്വം ബോർഡിന് മാത്രം ഏതാണ്ട് 4.5 കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചതായിട്ടാണ് കാണുന്നത്. അതായത് സർക്കാരിനോ ദേവസ്വത്തിനോ ഒരു ചെലവ് ഉണ്ടാവില്ലെന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുള്ള ഒരു പരിപാടി ഒരു വലിയ അഴിമതിയായി, വലിയൊരു കെടുകാര്യസ്ഥതയായി, കള്ള ബില്ലുകൾ ഉണ്ടാക്കി പണമൂറ്റുന്ന ഒരു സംവിധാനമായി മാറി. അതുകൊണ്ട് ഇനി പറഞ്ഞിട്ടുള്ള യാതൊരു ഉദ്ദേശ ലക്ഷ്യങ്ങളും പൂർത്തീകരിച്ചില്ല. ശബരിമല മാസ്റ്റർ പ്ലാനിലേക്കുള്ള ധനസമാഹരണം സംഭവിച്ചില്ല. ശബരിമലയുടെ ആഗോള പ്രസിദ്ധിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നടന്നില്ല. അയ്യപ്പ ഭക്തരുടെ തീർത്ഥാടന കാലത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി പോലും ഒരു നടപടി ഉണ്ടായില്ല. ഇത് കേവലം ഒരു ധൂർത്തായിട്ട്, കേവലം ഒരു മിസ്അഡ്വഞ്ചർ ആയിട്ട് മാറി. ഏറ്റവും ഗൗരവമുള്ള പ്രശ്നം, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി നിയമസഭയിൽ കള്ളമുത്തരം പറഞ്ഞു. സഭയുടെ പ്രിവിലേജിനെ ചോദ്യം ചെയ്തുകൊണ്ട്, സഭയ്ക്ക് മുമ്പിൽ സത്യം മാത്രം പറയണമെന്നുള്ള ഉത്തരവാദിത്വം ലംഘിച്ചുകൊണ്ട് അദ്ദേഹം വ്യാജമായിട്ടുള്ള പ്രസ്താവന നടത്തി. ഹൈക്കോടതിയുടെ 45 ദിവസത്തെ ഡയറക്ഷൻ എന്ന് പറയുന്ന ഡയറക്ഷൻ ലംഘിച്ചുകൊണ്ട് കോടതി ഇലക്ഷൻ നടത്തി. ഇതുമായി ബന്ധപ്പെട്ട് പബ്ലിക് എക്സ്ചക്കറിന് നഷ്ടം വരുത്തി, പൊതുസമൂഹത്തിന് നഷ്ടം വരുത്തി. ഇത് ഗൗരവമായിട്ടുള്ള പ്രശ്നമാണ്. ഇത് ഓഡിറ്റിംഗ് സ്ഥാപനത്തെയോ സ്പെഷ്യൽ കമ്മീഷണറെ കുറ്റം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പരിഹരിക്കാവുന്ന പ്രശ്നമല്ല. ശരി, അവിടെ ശ്രീ VR അനൂപ്, നിരവധി പ്രശ്നങ്ങളുണ്ട്, നിരവധി പൊരുത്തക്കേടുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ. ഇത് മാത്രമല്ല, ഇതിന്റെ ചെലവ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് എന്നുള്ളത് വ്യക്തമാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു അയ്യപ്പ സംഗമം നടത്തണമെങ്കിൽ അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ വിശദീകരിച്ചല്ലോ. ഇപ്പോൾ ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കുക, അതിന്റെ യശസ്സും ഖ്യാതിയും ഉയർത്തുക, അയ്യപ്പ ഭക്തരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, ആ മോഡലിൽ ഒരു കോൺക്ലേവ് നടത്തുന്നതിനും അപ്പുറത്ത് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൂന്നാറിലും കുമരകത്തും ഒക്കെ വലിയ ആഡംബര ഹോട്ടലുകളിൽ മുറിയെടുത്തതിന്റെ പേരിൽ തന്നെ 37 ലക്ഷം രൂപയാണ് കൊടുക്കാനുള്ളത്. പ്രോട്ടോകോൾ ഓഫീസറുടെ പേരിലാണ് റൂം എടുത്തിട്ടുള്ളത്, ദേവസ്വം ബോർഡിന്റെ പേരിലല്ല. ഇങ്ങനെ എന്തിനു വേണ്ടി എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള മാമാങ്കങ്ങൾ, പല പേരുകൾ നടത്താറുണ്ട്. അതുപോലെ ഒന്ന് ശബരിമലയുടെ പേരിൽ നടത്തി, അതിപ്പോൾ ആകെ വീണ് കുഴപ്പത്തിലായി എന്ന് വിചാരിക്കേണ്ടി വരുമോ? അല്ല, ഇവിടെ അരുൺകുമാർ ആവർത്തിച്ച് പറയുന്നത് അദ്ദേഹം ചർച്ചയിൽ നിന്ന് ഒളിച്ചോടില്ലാന്ന്. നല്ല കാര്യം. പക്ഷെ ചർച്ചയിൽ ഉയരുന്ന അദ്ദേഹം മറുപടി പറയേണ്ട വാദമുഖങ്ങളിൽ നിന്ന് അദ്ദേഹം ഒളിച്ചോടുകയാണെന്നേ. എന്തിനു വേണ്ടി ആഗോള അയ്യപ്പ സംഗമം നടത്തി എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ഉത്തരമില്ല. അവിടെ നടന്ന പ്രക്രിയ എന്താ? ഇവിടെ ആഗോളതലത്തിൽ അയ്യപ്പ സന്നിധാനത്തെ ശ്രദ്ധാകേന്ദ്രമാക്കാനുള്ള എന്ത് പ്രൊജക്ട്, എന്ത് പദ്ധതിയാണ് നടന്നത്? അതിനെക്കുറിച്ച് എന്ത് ചർച്ച നടന്നത്? അതിൻ്റെ റിസൾട്ട് എന്താ? ഇത് വളരെ കൃത്യമായി ഞാൻ തുടക്കം പറഞ്ഞില്ലേ, ഈ പദ്ധതിയിലെ കറപ്ഷനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇതിൻ്റെ മോട്ടീവേ കറപ്റ്റഡ് ആണ്, പൊളിറ്റിക്കലി കറപ്റ്റഡ് ആണെന്നേ. രാഷ്ട്രീയമായ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വെച്ച് നടപ്പിലാക്കിയതാ. അവിടെ ഹിന്ദു മതത്തിലെ വിവിധ സമുദായ സംഘടനകൾ കൊണ്ടുവരുന്നു, പിണറായി വിജയനെ രക്ഷകനായി അവതരിപ്പിക്കുന്നു. ഞാൻ തുടക്കത്തിലെ പറഞ്ഞില്ലേ, ഇവിടെ അയ്യപ്പ സ്വാമിയുടെ ചെറിയ ചിത്രം വെച്ച് അപ്പുറത്ത് പിണറായി വിജയന്റെ ഭീമാകാരമായ ചിത്രം വെച്ച് ഇതാ വിശ്വാസികൾ ഇതിന്റെ സംരക്ഷകൻ എന്ന് പറയുന്നത് പിണറായി വിജയനാണെന്ന് വെച്ച് നടത്തുന്ന ഈ പറയുന്ന കോടിക്കണക്കിന് രൂപയുടെ ചെലവിൽ CPM-ന്റെ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്താൻ അവർ ഉപയോഗിച്ചത്. സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന ഓമന പേരിട്ട വർഗീയ ധ്രുവീകരണത്തിനാണ് ഇവർ പരിശ്രമിച്ചത്. അതിനകത്ത് വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആളുകളെ കൊണ്ടുവരുന്നു. അദ്ദേഹം വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് പ്രഖ്യാപിക്കുകയാണ് വേദിയിൽ, പിണറായി വിജയൻ ഇതാ ഒരു ഉത്തമനായ വിശ്വാസിയാണെന്ന് പ്രഖ്യാപിക്കുന്നു. അങ്ങനെ വിശ്വാസി എന്ന ലേബൽ പിണറായി വിജയന് ഉണ്ടാക്കിയെടുക്കാൻ നടത്തിയ CPM നടത്തിയ ആസൂത്രിതമായ ഒരു പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഡിസൈനിന്റെ ഭാഗമാണെന്നേ അയ്യപ്പ സംഗമം. ഇപ്പൊ ഇവിടെ അദ്ദേഹം അരുൺകുമാർ എന്താ ഞങ്ങൾ പറയുന്നത്, ഒരു നാണയത്തിന്റെ മറുവശങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് ആഗോള സംഗമവുമായി ബന്ധപ്പെട്ട് ഒരു നാണയത്തിന്റെ മറുവശങ്ങൾ എന്ന് പറയുന്നത് CPM സംഘപരിവാറാ. ഇതിലെ പിണറായി വിജയൻ അല്ലാതെ രാഷ്ട്രീയമായ നേട്ടം ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് യോഗി ആദിത്യനാഥിനാ. UP-യിലെ മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥിന് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വിശ്വാസ സംഗമത്തിന് അഡ്രസ് ചെയ്യാനുള്ള അവസരം കിട്ടി. സംഘപരിവാർ സംഘടനകളൊക്കെ കൊടുക്കുന്നതിന് മുമ്പേ അത്തരമൊരു അവസരം ഔദ്യോഗികമായി കൊടുക്കുന്നേ. ഇപ്പൊ ശബരിമലയെ സംബന്ധിച്ച് ഇത് വളരെ കൃത്യമായി അതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഇതൊരു കള്ളത്തരമാണ്, തട്ടിപ്പാണ്, ഫ്രോഡ് പരിപാടിയാണ് നടത്തിയിരിക്കുന്നത്. എന്താ സംശയം? ഇവരുടെ ഉദ്ദേശമേ ഫ്രോഡാണ്. ഈ നടത്തിയ സാമ്പത്തിക വിനിമയങ്ങളെ സംബന്ധിച്ച് ഇത് മഞ്ഞുമലയുടെ ഒരറ്റ മാത്രമാണെന്നേ. ഇപ്പൊ പുറത്തു വരുന്ന കാര്യങ്ങളില്ലേ, ഇപ്പൊ നന്ദഗോവിന്ദ ഭജൻസിനെ കുറിച്ച് 8 ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമാണ്. ഇവിടെ അതിസമ്പന്നരായ ആളുകളെ വിളിച്ചു വരുത്തി ശബരിമല ചൂണ്ടിക്കാണിച്ചുകൊണ്ട്
അവർക്കൊരു വലിയ പദ്ധതികൾ ഉണ്ടാക്കുന്നു ഇതിൽ അവരുമായി ബന്ധം സ്ഥാപിക്കുകയും അവരെ ഇതിലേക്ക് കൊണ്ടുവരികയാണെന്നേ. ഇതിന്റെ റിസൾട്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഈ അരുൺകുമാറിന് പറയാനില്ല, അദ്ദേഹം ഒളിച്ചോടാണ്. ഇതിന് റിസൾട്ട് ഉണ്ടായിട്ടില്ല. റിസൾട്ട് എന്ന് പറയുന്നത് ഈ പറയുന്ന രണ്ട് വ്യക്തികളിലേക്കാണ് റിസൾട്ട് ഉണ്ടാക്കാൻ ശ്രമിച്ചത്. ശബരിമലയെ സംബന്ധിച്ച് നമുക്കറിയാമല്ലോ, ശബരിമല എന്ന് പറയുന്നത് എല്ലാ ദിവസവും അവിടെ മുഴങ്ങുന്ന ശബ്ദം എന്ന് പറയുന്നത് യേശുദാസിന്റെയാണ്. ഹരിവരാസനം സന്നിധാനത്ത് പാടിയിറക്കുന്ന സ്ഥലത്ത് യോഗി ആദിത്യനാഥിന്റെ ശബ്ദം കൊണ്ടുവന്നു എന്നുള്ളതാണ് പിണറായി വിജയൻ ഉദ്ദേശിച്ച രാഷ്ട്രീയമായ ലക്ഷ്യം. അതുകൂടാതെ ഈ പറയുന്ന സാമുദായിക സംഘടനകൾ കൊണ്ടുവരുന്നു, പിണറായി വിജയനെ വിശ്വാസിയായി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നു, അതിന്റെ മറവിൽ വൻ അഴിമതി നടത്തുകയാണ്. ഈ കുമരകത്തും മൂന്നാറിലെ ഹോട്ടലുകളിൽ നിന്ന് ശബരിമലയെ കുറിച്ച് എന്ത് ചർച്ചയാണ് അവർ ചോദിക്കുന്നത്? ശബരിമലയെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് എന്തിനു മൂന്നാറിലിരിക്കണം എന്നുള്ള ചോദ്യം ഇവിടുത്തെ ശരാശരി വിശ്വാസം ചോദിക്കില്ലേ? മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന ഏറ്റവും അതാണ് ഏറ്റവും അഭിലാഷം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ, ശബരിമല വിശ്വാസിയെ ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ അഭിലാഷം. ശബരിമല വിശ്വാസിയെ അഡ്രസ് ചെയ്യണമെന്ന് പറയുമ്പോൾ ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കാൽനടയായി വരുന്ന കൂലിവേലക്കാരനാണ് ശരാശരി ശബരിമല വിശ്വാസി എന്ന് പറയുന്നത്. അവർക്ക് ഇതിൽ റെപ്രസെന്റേഷൻ ഇല്ല, പ്രാതിനിധ്യം ഇല്ല. അവരുടെ പൈസ ഈ പറയുന്ന അതിസമ്പന്നർക്ക് കൊള്ളയടിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്തു. ശബരിമല കാണിക്കിടുന്ന ഭക്തന്റെ പൈസയിൽ നിന്ന് മൂന്നാറിലെ ആഡംബര ഹോട്ടലിലെ കുമരകത്തെയും ബില്ലടക്കിയാണ് ദേവസ്വം ബോർഡ് ചെയ്യുന്നത്. ഇവർ മറുപടി പറയണ്ടേ? വിശ്വാസത്തിന്റെ വാണിജ്യവൽക്കരണമാണ്, കാട്ടുകൊള്ളയാണ് നടന്നിരിക്കുന്നത്. കൃത്യമായി കേരളത്തിലെ ശബരിമലയെ സ്നേഹിക്കുന്ന ഓരോ വിശ്വാസിയുടെ അടുത്തും മറുപടി പറയണം. പിണറായി വിജയന്റെ വ്യക്തിപരമായ അജണ്ട നടപ്പിലാക്കാൻ, അദ്ദേഹത്തിന്റെ ഇമേജ് ബിൽഡപ്പിന്, പിണറായി വിജയന്റെ ഇമേജ് ബിൽഡപ്പിന് ശബരിമലയിലെ ആദ്യത്തെ ശബരിമല തൊട്ട് ബന്ധപ്പെട്ട നിലകൊണ്ടുള്ള നിലപാടുകളുടെ ഒരു ശരി. ശ്രീ അരുൺകുമാർ, അവിടെ വാലിഡ് ആയിട്ടുള്ള ചില സംഗതികൾ നിൽക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ശബരിമലയുടെ യശസ് ഉയർത്താൻ ഒരു കോൺക്ലേവ് പമ്പയിൽ നടത്തുന്നു. ഇപ്പൊ ചുറ്റുവട്ടത്തെ ഹോട്ടലുകളിലൊക്കെ ആളുകളെയൊക്കെ താമസിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാക്കാം. ഇവിടെ മൂന്നാറും ശബരിമലയും തമ്മിൽ, പമ്പയും തമ്മിൽ എന്തോരം വ്യത്യാസമുണ്ട്. വൈൽഡ് മിസ്റ്റ് ഹോം സ്റ്റേ കല്ലാറിൽ 25,000 രൂപയാണ് അവിടെ കൊടുക്കാനുള്ളത്. പ്രോട്ടോകോൾ ഓഫീസറുടെ പേരിൽ റൂം എടുത്തിട്ടുണ്ട്. കുമരകത്തെ താജിന്റെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഹോട്ടലുകളൊന്നാണ് താജ് കുമരകം. അവിടെ ഇനി കൊടുക്കാനുള്ളത് അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ താജിൽ കൊടുക്കാനുള്ള ഇനിയുള്ള ബാക്കി ബില്ല് എന്ന് പറയുന്നത് 5,24,776 രൂപയാണ്. KTDCയുടെ കുമരകം ഗേറ്റ്വേ, ഗ്രീൻഫീൽഡ് കുമരകം. ഇങ്ങനെ നല്ല നിലയിൽ ഒരു ദിവസം എൻജോയ് ചെയ്ത് താറാവും അണ്ടിപ്പരിപ്പും കൊഞ്ചും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സംവിധാനത്തിൽ VIP-കൾക്ക് താമസിക്കാൻ അയ്യപ്പന്റെ പേരിൽ ഒരു കോൺക്ലേവ് നടത്തണമായിരുന്ന ചോദ്യമുണ്ട്. ഇനി ഈ കുമരകത്തുനിന്നും മൂന്നാറിൽ നിന്നൊക്കെ അങ്ങോട്ടുള്ള പമ്പയ്ക്കുള്ള ടാക്സ് ചെലവായിട്ട് ഈ ഓഡിറ്റ് റിപ്പോർട്ട് അനുസരിച്ച് 10 ലക്ഷത്തിന് രൂപയ്ക്ക് മുകളിലാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു മാമാങ്കം നടത്തിയതെന്ന ചോദ്യം അതുകൊണ്ട് തന്നെ സംഗതമാകും. 15 രാജ്യങ്ങൾ, ആ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ, അതുപോലെ തന്നെ ഇന്ത്യയിലെ 14 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ, 4,126 പേരാണ് രജിസ്റ്റർ ചെയ്തത്. അത്രയും പേർക്ക് നമ്മൾ ശബരിമല പ്രസാദം കൊടുത്തതിന്റെ കണക്ക് ഇവിടെ പറഞ്ഞല്ലോ. അത്രയും കൊടുത്ത് കണക്ക് പെട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇത്രയും നാൾ അവർ പറഞ്ഞത് ആളുകൾ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല, കസേര മുഴുവൻ കാലിയായിരുന്നു. ഇത്രയും പേര് അപ്പവും അരവിണയും മേടിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും പേര് വന്നു, അതിൽ നിന്ന് തന്നെ ഊഹിക്കാം. ഇവിടെ ഒറ്റ മിനിറ്റ് ഞാൻ പറഞ്ഞല്ല, ഒരു മിനിറ്റും ഇല്ല, ഒരു മിനിറ്റ് വേണ്ട, നിക്ക്. നല്ല സൗഹൃദമുണ്ട്. കോൺഗ്രസിന്റെ പ്രതിനിധി അല്ല, വേണ്ട, കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞോളാം. താൻ തന്റെ സുഹൃത്തല്ലെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. എന്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ് നിങ്ങൾ. BJP-യുടെ പ്രതിനിധിയും എന്റെ ആത്മാർത്ഥ സുഹൃത്താണ്. പക്ഷെ ഇതിന്റെ ഇടയിൽ താങ്കൾ ഇടപെടണ്ട, വളരെ സ്നേഹത്തോടെ. കാരണം നിങ്ങൾ പറഞ്ഞ എല്ലാ തെറ്റും ഞാൻ കേട്ടോണ്ടിരുന്നതാണ്. അതുകൊണ്ട് ഇവിടെ ആഗോള അയ്യപ്പ സംഘം നടത്തിയത് 3 ലക്ഷ്യമാണ്. ഒന്ന്, ആഗോള തീർത്ഥാടന കേന്ദ്രമായിട്ട് ശബരിമലയെ മാറ്റാൻ. എന്നിട്ട് എന്താ പറഞ്ഞത്? ഇത് നടന്നത് സെപ്റ്റംബറിൽ, ഇപ്പൊ സംസാരിക്കുന്നത് ഫെബ്രുവരിയിൽ. ഇപ്പൊ പറയാണ് ഫെബ്രുവരി 4-5 മാസമായപ്പോഴേക്കും ആഗോള അയ്യപ്പ തീർത്ഥാടന കേന്ദ്രമായിട്ട് മാറിയില്ലല്ലോ. മിസ്റ്റർ കോൺഗ്രസ് പ്രതിനിധി ഒന്ന് ക്ഷമിക്ക്, അത് മാറും. ഞാൻ ആദ്യം സൂചിപ്പിച്ചില്ലേ, ആ ശബരി റെയിലൊക്കെ അങ്ങ് വന്നോട്ടെ. ഇന്ത്യയിൽ ഒരു റെയിൽവേ പദ്ധതിക്ക് സംസ്ഥാനം പണം മുടക്കുന്നുണ്ടെങ്കിൽ അത് ആദ്യ പദ്ധതിയായി ആ പകുതി തുക അങ്ങ് ഡെപ്പോസിറ്റ് ചെയ്തു. കിഫ്ബി ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞു. വിമാനത്താവളം, അതിന്റെ എല്ലാവിധ പഠനങ്ങളും പൂർത്തീകരിച്ച് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുക. ലോകത്തുള്ള ഏത് ഭക്തൻ വന്നാലും സ്വൈര്യമായി ശബരിമലയിൽ ഒരു തടസ്സമില്ലാതെ ദർശനം നടത്താൻ പറ്റുന്ന തരത്തിലേക്ക് മാറി ഈ മണ്ഡലകാലം. അഭിലാഷ് ഓർമ്മയുണ്ടോ? നവംബർ മാസം മണ്ഡലകാലം തുടങ്ങിയ 16-ാം തീയതി മാതൃഭൂമിയുടെ ചർച്ച എന്തായിരുന്നു എന്ന്? മനോരമയുടെയും ചർച്ച ഇതായിരുന്നു. ശബരിമലയിൽ തിരക്കധികം, ആദ്യത്തെ ദിവസം തിരക്കായിരുന്നു. പിന്നെ 41 ദിവസം ഉണ്ടായിരുന്നു മണ്ഡലം വ്രത കാലഘട്ടം. പിന്നെ നിങ്ങൾ ചർച്ച നടത്തിയോ ശബരിമലയിലെ തിരക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട്? അന്ന് ഓൺലൈൻ കൂപ്പൺ എടുത്തവരല്ലാതെ പല ദിവസങ്ങളിൽ ഡേറ്റ് കിട്ടിയവർ ആദ്യ ദിവസം വന്നപ്പോൾ തിരക്കുണ്ടായി. പിന്നെ 40 ദിവസം ഒരു തിരക്കും ഉണ്ടായില്ല. കൃത്യമായി ലക്ഷക്കണക്കിന് ഭക്തർ വരുമ്പോഴും ദർശന സൗകര്യം ഒരുക്കി ദേവസ്വം ബോർഡ്, പോലീസ്, അവിടുത്തെ കൃത്യമായിട്ടുള്ള സംവിധാനം.
അങ്ങനെ ഈ ലോകത്തുനിന്ന് എവിടെ നിന്ന് ദർശനത്തിന് വന്നാലും അവർക്ക് കൃത്യമായി സ്വൈര്യമായി ദർശനം നടത്താനുള്ള സാഹചര്യം, എല്ലാ തരത്തിലുള്ള വികസന പ്രവർത്തനം. പിന്നെ എന്താ മാസ്റ്റർ പ്ലാൻ? ഞങ്ങൾക്കറിയോ മാസ്റ്റർ പ്ലാൻ ഓരോ വർഷവും നടപ്പാക്കുന്ന പ്ലാൻ അല്ലാതെ എക്സ്ട്രാ പ്ലാനുകളുണ്ട്. അത് നടപ്പാക്കിക്കാനും വിദേശ സഹായമടക്കം ഭക്തന്മാരുടെ കൃത്യമായിട്ടുള്ള ഒരു അക്കോമഡേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തരം പദ്ധതികൾ. അല്ലാതെ 2 ദിവസം ആഗോള അയ്യപ്പ സംഗമം നടത്തിക്കൊണ്ട് ഗവൺമെന്റിന് മറ്റൊരു ക്രെഡിറ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ എന്തു പറഞ്ഞാലും സഖാവ് പിണറായി വിജയനെ കുറ്റം പറഞ്ഞില്ലെങ്കിൽ ഇവർക്ക് ഉറക്കം വരില്ല. ഇപ്പൊ വിജയൻ ആൻഡ് അസോസിയേറ്റ്സിനെ കൊണ്ടുപോയി പിണറായി വിജയൻ ആൻഡ് അസോസിയേറ്റ്സ് ആക്കി. നമ്മൾ എത്ര കണ്ടു അദ്ദേഹത്തെയും കുടുംബത്തെയും ആക്രമിക്കുന്നത്. അങ്ങനെ ആക്രമിക്കും തോറും അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർട്ടിയും അദ്ദേഹത്തിന്റെ ഗവൺമെന്റും കരുത്തരായിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഏറ്റവും ആധികാരികമായി പറയുന്നു, 1 രൂപ പോലും ദേവസ്വം ബോർഡിന്റെ എടുക്കില്ല, 1 രൂപ പോലും ഭക്തന്മാരുടെ എടുക്കില്ല. പിന്നെ വിദേശ പ്രതിനിധികൾ അടക്കം വരുമ്പോൾ അവർക്ക് അക്കോമഡേഷൻ 4000-ഓളം പേർക്ക് അക്കോമഡേഷൻ ഉണ്ടാക്കാൻ തൊട്ടടുത്ത ഹോട്ടലുകൾ, തൊട്ടടുത്ത ജില്ലയിൽ വരെ ചിലപ്പോൾ താമസിക്കേണ്ടി വരും. ആ താമസിപ്പിക്കുമ്പോൾ കിട്ടാവുന്ന നല്ല റൂമുകൾ എടുക്കും. അതിലൊന്നും സ്പോൺസർഷിപ്പാണ് മുഴുവൻ. 1 രൂപ പോലും എന്റെയോ അഭിലാഷിന്റെയോ നികുതി പണത്തിൽ നിന്ന് പോകില്ല, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന സുഹൃത്തുക്കളുടെ നികുതി പണത്തിൽ നിന്ന് പോകില്ല എന്ന് പറഞ്ഞാൽ ഇതുവരെ 4 കോടി രൂപ കിട്ടിയിട്ടുണ്ട്, ഇനിയും കിട്ടാനുണ്ട്. 1 രൂപ പോലും മറ്റാരുടെയും എടുക്കില്ല. അത്തരത്തിൽ തന്നെ ഈ പദ്ധതി പൂർത്തീകരിക്കും. 17-ാം തീയതി ഓഡിറ്റിംഗ് നടത്തും. അടുത്ത ഹൈക്കോടതിയുടെ സിറ്റിംഗിൽ വെച്ച് കോടതിയെ ബോധ്യപ്പെടുത്തും. അതിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. ഇതെല്ലാം പുട്ടിന് പീരയിടുന്നത് പോലെ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടിയപ്പോൾ ഗവൺമെന്റിന്റെ തലയിലേക്ക് വെക്കുന്ന ഒരു സാഹചര്യമാണ്. ദേവസ്വം പ്രസിഡന്റല്ലേ പത്രസമ്മേളനം നടത്തിയത്? ദേവസ്വം പ്രസിഡന്റല്ലേ പത്രസമ്മേളനം നടത്തിയത്? അല്ല ഷാരുകുമാർ, ഇപ്പോ ഞങ്ങൾക്ക് 4 കോടി സ്പോൺസർഷിപ്പ് കിട്ടിയെന്ന് പറഞ്ഞല്ലോ. ഹൈക്കോടതിയിൽ ദേവസ്വം കമ്മീഷണർ, സ്പെഷ്യൽ കമ്മീഷണർ കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ച് ഡീറ്റെയിൽസ് ഓഫ് ദ സ്പോൺസർഷിപ്പ് ഇൻകം ₹2 crores is not furnished in the report. 2 കോടി രൂപ സ്പോൺസർഷിപ്പായി കിട്ടിയെന്നാണ് ഹൈക്കോടതിയിൽ സ്പെഷ്യൽ കമ്മീഷണർ കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത്. അതിന്റെ തന്നെ ഡീറ്റെയിൽസ് ഫർണിഷ് ചെയ്തിട്ടില്ല. നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പറഞ്ഞ പോലെ കൊടുക്കാൻ ബാധ്യതപ്പെട്ട കേരള ബാങ്കും ധനലക്ഷ്മി ബാങ്കും കൊടുത്തിട്ടുണ്ട് എന്ന്. എന്നാലും 3 കോടി ആവുന്നുള്ളൂ. അദാനി കൊടുക്കുമെന്ന് പറയുന്ന അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന 1 കോടി കൂടി കൂട്ടിയാൽ 4 കോടി. ഈ പറയുന്ന കൊടുക്കാൻ ഇപ്പൊ എന്ത് പരിപാടി നടത്തിയാലും കൊടുക്കാൻ ബാധ്യതപ്പെട്ട കേരള ബാങ്ക് പോലെയുള്ള സഹകരണ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ അതിന്റെ അപെക്സ് ബോഡി കൊടുക്കേണ്ടി വരും. അതിനപ്പുറത്ത് എന്ത് സ്പോൺസർഷിപ്പാണ്? ഒറ്റ മിനിറ്റ് താങ്കളുടെ കയ്യിലുള്ള റിപ്പോർട്ടിന്റെ 5-ാം പേജിലെ 12-ാമത് പാരഗ്രാഫ് താങ്കൾ ഒന്ന് വായിച്ചു നോക്കുക. ആ പാരഗ്രാഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓഡിറ്റ് റിപ്പോർട്ടും അതോടൊപ്പം തന്നെ സ്പെഷ്യൽ കമ്മീഷനും കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടൊക്കെ വിരുദ്ധമാണ്. ഒന്ന് വായിച്ചു നോക്കിയേ. വി ഹാവ് നോട്ട് റിസീവ്ഡ് എനി കൺഫർമേഷൻ റിഗാർഡിംഗ് ദ ട്രീറ്റ്മെന്റ് ഓഫ് ഇൻകം ടാക്സ് ക്രെഡിറ്റ് റിലേറ്റഡ് ടു ആഗോള അയ്യപ്പ സംഗമം, വെദർ ദി സെയിം ഹാസ് ബീൻ അഡ്ജസ്റ്റഡ് അഗൈൻസ്റ്റ് ദി ജനറൽ ഫണ്ട് റിസീവ്ഡ് ഫ്രം ദി ട്രാവൻകൂർ ദേവസ്വം. അതൊന്ന് വായിച്ചു നോക്കുക. അതിന്റെ അടിയിൽ മറ്റേ ദേവസ്വം സ്പെഷ്യൽ കമ്മീഷൻ കൊടുത്ത റിപ്പോർട്ട് വേറെ. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ രേഖ ദേവസ്വം ബോർഡിന്റെ കയ്യിൽ ഉണ്ടെന്നും അത് 17-ാം തീയതി അത് വെരിഫൈ ചെയ്യാൻ പോവുക. അപ്പൊ കിട്ടുന്ന വിവരം വെച്ചിട്ട് ഒരു റിപ്പോർട്ട് കൊടുക്കുക. അതിലേക്ക് ഇപ്പം മെറിറ്റിലേക്ക് പോകണ്ട. ഞങ്ങൾ ആധികാരികമായിട്ട് പറയുന്നു, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1 നയാ പൈസ ആരുടെയും ചെലവാക്കില്ല. അത് കൃത്യമായി സ്പോൺസറിങ് അതിന്റെ ഭാഗമായി 10 നടപ്പാക്കുക. അതിന്റെ ഗുണം ഈ കേരളത്തിന് ദേവസ്വം ബോർഡിന് കൃത്യമായി വരും. അത് അധികം വിദൂരത്തല്ല, അടുത്ത കാലത്ത് തന്നെ വരും. റെയിൽവേ സ്റ്റേഷൻ, റെയിൽവേ താവളം വരും, വിമാനത്താവളം വരും. എല്ലാ തരത്തിലും സൗകര്യമുള്ള മുഴുവൻ തീർത്ഥാടകർക്കും ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിൽ നിന്ന് വന്നാലും അവർക്ക് കൃത്യമായി സൗകര്യം ഉറപ്പുവരുത്തുന്ന തരത്തിൽ ശബരിമലയെ ഉയർത്തും. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാസ്റ്റർ പ്ലാനിന്റെ ഡെവലപ്മെന്റ് വന്നാൽ ഒരു 2-3 ജില്ലയിൽ തന്നെ അതിന്റെ ഡെവലപ്മെന്റ് ഉണ്ടാകും. ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. ശരി, ഒരു ഇടവേള കൂടി വേണം. ഇടവേളയ്ക്ക് ശേഷം പറഞ്ഞു കുറച്ച് സമയത്തിൽ സംസാരിക്കണം. ശങ്കുട്ടിദാസ്, 17-ാം തീയതി ബോർഡ് കൃത്യമായ കണക്കുകൾ ബോധിപ്പിക്കും, അല്ലെങ്കിൽ അവരത് ക്രോഡീകരിച്ചതിന് ശേഷം ജനങ്ങളോട് വിശദീകരിക്കും എന്നാണ് പറയുന്നത്. നമുക്കിപ്പോൾ ഇവിടെ ടേബിൾ ഇട്ടതിന് പോലും ഉടൻ ടേബിൾ വിത്ത് ഗ്ലാസ് ടോപ്സ്, അതിലെ ബില്ല് IIICയുടെ കണക്കനുസരിച്ചാണെങ്കിൽ 15 എണ്ണമാണ്. പക്ഷേ ജോയിന്റ് മെഷർമെന്റ് ഷീറ്റിൽ അത് 4 എണ്ണേ ഉള്ളൂ. പ്രൊവൈഡഡ് എക്സ്ട്രാ 15 എന്ന് പറഞ്ഞിട്ട് വേറെ. ഇപ്പം മേശ ഇട്ടതിന്റെ പോലും കണക്ക് നിലവിലുള്ള രേഖ അനുസരിച്ചില്ല. പക്ഷേ ഈ രേഖയൊക്കെ ഇനി ഒന്ന് ക്രോഡീകരിക്കുമ്പോൾ എല്ലാ കണക്കും കറക്റ്റ് ആവുമെന്ന് വിചാരിക്കാമോ? അല്ലെ, 6 മാസം കൊണ്ട് ശരിയാവാത്ത കണക്കിന് 7 ദിവസം കൊണ്ട് ശരിയാക്കി എടുക്കാന്നുള്ള ആത്മവിശ്വാസം CPM പ്രതിനിധിക്ക് ഉണ്ടെങ്കിൽ ഞാൻ തള്ളി പറയുന്നില്ല. അവർക്ക് അതിനേക്കാൾ വലിയ കണക്കുകളൊക്കെ ശരിയാക്കിയിട്ടുള്ള പരിചയമൊക്കെ ഉള്ള ആളുകളാണ്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താ പറയുക, ഞാൻ പറഞ്ഞ കാര്യം അദ്ദേഹത്തിന് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞത് എന്താ, 4000 ആൾക്കാർക്ക് പ്രസാദം കൊടുത്തു എന്നല്ല ഞാൻ പറഞ്ഞത്. 4000 ആളുകൾക്ക് പ്രസാദം കൊടുക്കാൻ വേണ്ടിയിട്ട് പെർ പേഴ്സൺ യൂണിറ്റ് അടക്കം കണക്കാക്കിയിട്ട് എസ്റ്റിമേറ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. 4100 യൂണിറ്റ് അരവണ, 4100 യൂണിറ്റ് അപ്പം, 4100 യൂണിറ്റ് ഭസ്മം, 4100 യൂണിറ്റ് ആടിയ
നെയ്യ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന് 74 ലക്ഷം രൂപയുടെ ഒരു ബില്ല് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ഇവര് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കുകയല്ലോ, ഇത് ദേവസ്വത്തിന്റെ സ്റ്റോക്കിൽ നിന്ന് എടുത്തു കൊടുക്കുകയാണ്. അങ്ങനെ ദേവസ്വത്തിന്റെ സ്റ്റോക്കിൽ നിന്ന് ഈ 4000 എണ്ണം എടുത്തതായി കാണിക്കുന്ന കറസ്പോണ്ടിങ് ബില്ലുകൾ റിഫ്ലക്ട് ചെയ്യുന്നില്ല. അതായത് ഇവിടെ 4000 പേര് പങ്കെടുത്തു എന്ന് പറയുന്നത് സ്കാമാണ്. നമ്മൾ ആലോചിക്കണം. അതായത് 500-ൽ താഴെ ആളുകൾ മാത്രമാണ് അന്നത്തെ ദിവസം രാത്രി ഭക്ഷണം കഴിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അന്ന് അവിടെ ഉണ്ടായിരുന്ന കണക്ക്. 3000 ആളുകൾ കഴിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ 4.5 ലക്ഷം രൂപയുടെ ബില്ല് ഉണ്ടാക്കണം. അവിടെ ഭക്ഷണം കുഴിച്ചുകൂടെ ചെയ്ത് ഈ പ്രസാദ കിറ്റ് കൊടുത്തതിന് 74 ലക്ഷവും അതല്ലാണ്ട് മറ്റൊരു കിറ്റ് കൊടുത്തതിന് 24 ലക്ഷവും വെച്ച് കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ അടിമുടി വ്യാജ കണക്കാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ ഒരു കാര്യം കൂടി ഞാൻ ചേർക്കാം. അദ്ദേഹം തന്നെ സാന്ദർഭികമായിട്ട് ഹൈക്കോടതിയുടെ വിധിയുടെ ഒരു പാരഗ്രാഫ് എടുത്ത് ചൂണ്ടിക്കാണിച്ചു. ആ പാരഗ്രാഫിൽ ശരിക്കും എന്താ പറയുന്നത്? അതായത് പ്രോപ്പർ ബില്ലിങ്ങും അക്കൗണ്ടിങ്ങും നടത്തിയിരുന്നെങ്കിൽ GST റിട്ടേൺസ് വഴി 1,07,00,000 രൂപ തിരിച്ച് സ്റ്റേറ്റിന് കിട്ടുമായിരുന്നു. കാരണം സ്റ്റേറ്റ് GST ആയിട്ട് ഇത്ര 1,07,00,000 രൂപ കിട്ടുമായിരുന്നു. എന്നാൽ ഇവർ പ്രോപ്പർ ബില്ലിങ്ങോ അക്കൗണ്ടിങ്ങോ നടത്താത്തത് കൊണ്ട് കേവലം 45 ലക്ഷം രൂപ മാത്രമേ ആ വഴിയിൽ കിട്ടിയുള്ളൂ. 65 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചു എന്നാണ്. അതായത് ധൂർത്തു അഴിമതി മാത്രമല്ല, കെടുകാര്യസ്ഥത കൊണ്ട് കിട്ടാവുന്ന പൈസ വരെ ഇല്ലാണ്ടിയാക്കിയിട്ടുള്ള കാര്യത്തെ പറ്റിയിട്ടാണ് പറഞ്ഞോളൂ ഞാൻ അങ്ങേക്ക് വാങ്ങാം. ആറാമത്തെ പാരഗ്രാഫ് താങ്കൾ ഒന്ന് വായിക്കണം. ആ ആറാമത്തെ പാരഗ്രാഫ് വി ഹാവ് നോട്ട് കാരിഡ് ഔട്ട് ഫിസിക്കൽ വെരിഫിക്കേഷൻ ഓഫ് അസറ്റ്സ്. താങ്കൾ ഈ കസാരയുടെ മേശയുടെ ഒക്കെ ചോദിക്കുമ്പോൾ ഈ കണക്ക് ഹൈക്കോടതി റിപ്പോർട്ട് കൊടുത്ത ഓഡിറ്റർ ഒരു ഫിസിക്കൽ വെരിഫിക്കേഷൻ പാരഗ്രാഫ് 6 അല്ല പാരഗ്രാഫ് 6 താങ്കൾ പറഞ്ഞത് ഇവിടെ സ്പെഷ്യൽ കമ്മീഷണർ കൊടുത്ത റിപ്പോർട്ടും ഓഡിറ്റർ കൊടുത്ത റിപ്പോർട്ടിലുള്ള വൈരുദ്ധ്യമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഒരാൾ പറയുന്നു പണമൊന്നും കിട്ടിയില്ലെന്ന് പറയുന്നു, ഒരാൾ കിട്ടിയോ എന്ന് എനിക്ക് അറിയില്ലെന്ന് പറയുന്നു. ഇതെല്ലാം 17-ാം തീയതി ക്ലാരിഫൈ ചെയ്യും. ഒരു സംശയം വേണ്ട. നമുക്ക് അന്ന് സമയം സൗകര്യം ഉണ്ടെങ്കിൽ 17-ാം തീയതി ഒരുമിച്ച് ചർച്ച ചെയ്യാം. ഒരു കാര്യം പിണറായി വിജയൻ ഒരു ദിവസം മരാമത്ത് കോംപ്ലക്സിൽ തങ്ങാൻ വേണ്ടിയിട്ട് റൂം ഫർണിഷ് ചെയ്യാൻ കിടക്ക 1 ലക്ഷം രൂപയുടെ, ബെത്ത 1.5 ലക്ഷം രൂപയുടെ, അവിടെ പ്രത്യേക കോർണർ ഓഫീസ്, അവിടെ പ്രത്യേക തട്ടിപ്പ്, അതൊക്കെ നുണയാണ്, വ്യാജ റിപ്പോർട്ട്. എത്ര നാളായി നിങ്ങൾ വെരിഫൈ ചെയ്യുന്നു? നിങ്ങൾ എത്ര നാളായി ഇത്തരം ആക്ഷേപം ഉന്നയിക്കുന്നു? അദ്ദേഹം വന്ന് മറുപടി പറയില്ല എന്നതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ആക്ഷേപം ഉന്നയിക്കരുത്. അദ്ദേഹം വന്ന് മറുപടി പറയാറില്ല. ഇതൊക്കെ പൊതുമണ്ഡലത്തിൽ കൃത്യമായി കനകോലു സിദ്ധാന്തം നടപ്പാക്കുന്നതാണ്. ഇതൊക്കെ കനകോലു സിദ്ധാന്തമാണ്. കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടും. മുമ്പിൽ വന്ന റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള ഞങ്ങൾ പറയുന്നതല്ല. നിങ്ങളുടെ വിത്തിൻ 3 ഡേയ്സിനുള്ളിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടും എന്തൊക്കെയാണ് കനകോലു പറയാൻ പഠിപ്പിച്ചിരിക്കുന്നത്, എന്താണ് പ്രചരിപ്പിക്കാൻ പഠിപ്പിച്ചിരിക്കുന്നത്. അത് ബോധ്യപ്പെടും. ഇന്ന് രമേശ് ചെന്നിത്തലയും പറഞ്ഞിട്ടുണ്ട് പാഠപുസ്തകം 3 മാസം മുമ്പേ കൊടുക്കുന്നതിന് വരെ കുറ്റം പറയാ. നമ്മൾ കണ്ടില്ലേ? സ്പെഷ്യൽ കമ്മീഷണർ കനകോലുവിന്റെ ആളാന്ന് കൂടി പറയാൻ ബാക്കിയുള്ളൂ. ബെഡ് ഫാമിലി കോട്ട് മാട്രസ് പില്ലോ വിത്ത് കവർ. പിന്നെ അതുപോലെ രാജീവ് ചന്ദ്രശേഖരനോട് ഇതേ കോടതി പറഞ്ഞിട്ടുണ്ട് മേലാൽ ഈ വഴിക്ക് വരരുതെന്ന്. രാജീവ് ചന്ദ്രശേഖരനോട് ഇന്ന് CBI എൻക്വയറിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. CBI അന്വേഷിച്ച ഏതെങ്കിലും 5 കേസ് എടുത്ത് കാണിക്കാൻ പറഞ്ഞു ഇന്ത്യയുടെ ചരിത്രത്തില്. വിജയൻ ആൻഡ് അസോസിയേറ്റ്സിന്റെ ഓഡിറ്റിലാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. അവരിനി കനകോലുവിന്റെ ആളുകളാണോ എന്നറിയില്ല. എന്തായാലും 10 ദിവസം അല്ലെങ്കിൽ 7 ദിവസമല്ലേ ബാക്കിയുള്ളത്. എന്തായാലും കൊടിമരത്തിന് ചെതല് പിടിച്ചത് ചോദിക്കുന്നുണ്ട് ഇതേ. ദേവസ്വം ബോർഡിന് ഇതിനേക്കാൾ കൂടുതൽ ഈ വിജയൻ ആൻഡ് അസോസിയേറ്റ്സിന്റെ ഈ കണക്കും ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ കൊടുത്ത വിവരങ്ങളും ഒക്കെ തെറ്റാണെന്ന് തെളിയിക്കുന്ന, അല്ലെങ്കിൽ അതിനെ ഖണ്ഡിക്കുന്ന എന്ത് കാര്യമാണ് ദേവസ്വം ബോർഡിന് പൊതുജന സമക്ഷം ഈ കേരളത്തിന് മുമ്പിൽ വിശദീകരിക്കാനുള്ളത്? നമുക്ക് എന്തായാലും ഒരാഴ്ച കൂടി ക്ഷമിക്കാൻ കാത്തിരുന്ന് കാണാം. വളരെ നന്ദി എല്ലാവർക്കും. സൂപ്പർ പ്രൈമിന്റെ അവസാനിച്ചു. നമസ്കാരം.